Welcome back to Concept Angle. നമ്മൾ ഇന്ന് നമ്മുടെ പ്ലസ് ടുവിൻ്റെ റെഗുലർ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൺലൈൻ ക്ലാസ് ആണ്, ലൈവ് ആണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി സോളിഡ് സ്റ്റേറ്റ് നിബിൾ സാർ എടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് പ്ലസ് ടുവിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ. അതിലെ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെ ലെങ്തി ആയിട്ടൊരു സെഷനാണ്. അതായത് നോർമലി ഇതൊരു ക്രാഷ് കോഴ്സോ അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ളതല്ല. നമ്മുടേതായ റെഗുലർ സ്റ്റുഡൻസിന് മാത്രം ഫോക്കസ് ചെയ്തെടുക്കുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 30 to 40 hours വരും. അതിന് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ സെഷനാക്കി സ്പ്ലിറ്റ് ചെയ്ത് ഓരോരോ പാർട്ടാക്കുകയാണ്. അതിലേക്ക് ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കഷനും വരും. അപ്പോൾ ലൈവ് ക്ലാസ് ഇരിക്കുന്ന കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. ആവശ്യത്തിന് സ്ക്രീൻഷോട്ട് എടുക്കുക, പേപ്പർ പേന എടുക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഓൾറെഡി PDF നമ്മൾ യൂസറിലേക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എല്ലാം കൃത്യമായിട്ട് എല്ലാ ദിവസവും കേൾക്കുക, കംപ്ലീറ്റ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. വീക്കെൻഡിൽ എക്സാം ഉണ്ടാവും. ബോർഡ് എക്സാമിൻ്റെ പാറ്റേണിൽ ഡിസ്ക്രിപ്റ്റീവും ഉണ്ടാവും, അതുപോലെ തന്നെ MCQ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ചാർജിൻ്റെ പ്രോപ്പർട്ടി. ചാർജ് എന്താണ്? നമ്മൾ വളരെ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മളതിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഏത് ബോഡി എടുത്താലും ഒരു മാസ് ഉണ്ടാവും. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ ചാർജിനെ കൺസിഡർ ചെയ്യുന്നത്. ന്യൂട്രൽ ഉണ്ടാവാം, പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഒരു ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഈക്വൽ ആണ്. അതാണ് ന്യൂട്രൽ ബോഡി. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. സോ ചാർജ് മീൻസ് ഇറ്റ്സ് ആക്ച്വലി എ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ചാർജ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇറ്റ് റെപ്രസെൻറ്റ്സ് എക്സസ് ഓർ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ഒരു വെക്ടർ അല്ല, അതിന് ഡിറക്ഷൻ ഒന്നുമില്ല. ഇറ്റ് ഈസ് ഡെഫിഷ്യൻസി ഓർ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം പ്രോട്ടോൺസ് ന്യൂക്ലിയസിലാണ്, ഇലക്ട്രോൺസ് ഓർബിറ്റിലാണ്. ഇവിടെ മൂവ്മെൻറ്റ് ആർക്കാണ്? ഇലക്ട്രോൺസിനാണ് ഉള്ളത്. അപ്പോൾ ഒരു ബോഡി പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രോട്ടോൺസിൻ്റെ എണ്ണം ഇലക്ട്രോൺസിനേക്കാൾ കൂടുതലാണെന്നാണ്. നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ എണ്ണം പോസിറ്റീവ് ചാർജിനേക്കാൾ അല്ലെങ്കിൽ പ്രോട്ടോണിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇറ്റ് ഈസ് റെപ്രസെൻറ്റ്സ് എക്സസ് ഓർ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ടേമിൽ മാത്രമാണ് നമ്മളിത് പറയുന്നത്. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല. ഒരു ബോഡിയിൽ ചാർജ് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ ആക്ച്വലി ചാർജ് നഷ്ടപ്പെടുന്നു. സപ്പോസ് ഒരു ബോഡി നെഗറ്റീവ് ചാർജായി, അതിനർത്ഥം എന്താണ്? ആ ബോഡിക്ക് ഇലക്ട്രോൺസ് കിട്ടി എന്നാണ്. അതായത് ഒരു ബോഡിക്ക് ഇലക്ട്രോൺസ് കിട്ടി. അപ്പോൾ ബോഡിക്ക് ഇലക്ട്രോൺസ് കിട്ടുമ്പോൾ അത് ഏത് ചാർജ് ആവും? നെഗറ്റീവ് ചാർജ് ആവും. പകരം ഒരു ബോഡി പോസിറ്റീവ് ചാർജ് കിട്ടി എന്ന് വെച്ചാൽ അതിന് പ്രോട്ടോൺസ് കിട്ടി അല്ലെങ്കിൽ പ്രോട്ടോൺസ് അതിലേക്ക് വന്നു എന്നല്ല, പകരം ഇലക്ട്രോൺസ് പോയി എന്നാണ്. സോ ഇലക്ട്രോൺസ് വന്നാൽ നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോൺസ് പോയാൽ പോസിറ്റീവ് ചാർജ്. അതല്ലാണ്ട് പ്രോട്ടോണുകൾക്ക് മൂവ്മെൻ്റ് ഇല്ല. സോ പ്രോട്ടോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിലാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടല്ല ചാർജ് പറയുന്നത്. ചാർജ് എക്സ്പ്രസ് ചെയ്യുന്നത് എക്സസ് ഓർ ഡിഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു. ഇനി ചാർജ് ഈസ് ട്രാൻസ്ഫറബിൾ. ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ ആണ് ഒരു ബോഡിയുടെ ചാർജ് തീരുമാനിക്കുന്നത്. സോ ചാർജ് ഈസ് ട്രാൻസ്ഫറബിൾ. ഇഫ് എ ചാർജ്ഡ് ബോഡി ഈസ് പുട്ട് ഇൻ കോൺടാക്ട് വിത്ത് അനദർ ബോഡി ദ ചാർജ് ക്യാൻ ബി ട്രാൻസ്ഫർഡ് ടു അനദർ ബോഡി. ഒരു ബോഡി മറ്റൊരു ബോഡിയെ ടച്ച് ചെയ്താൽ ചാർജ് ട്രാൻസ്ഫർ ചെയ്യാം, ടച്ച് ചെയ്യാതെയും ട്രാൻസ്ഫർ ചെയ്യാം. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സെഷനിൽ പറയും. അപ്പോൾ ചാർജ് ഈസ് ട്രാൻസ്ഫറബിൾ. ചാർജ് ട്രാൻസ്ഫറബിൾ മീൻസ് ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫറബിൾ. തേർഡ് പോയിന്റ്, ചാർജ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് മാസ്. ചാർജ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് മാസ്. കാരണം ഒരു പർട്ടിക്കുലർ ചാർജ് വന്നു, ഒരു പർട്ടിക്കുലർ ചാർജ് പോയി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇലക്ട്രോൺസ് വന്നു പോയി എന്നാണ്. ഇലക്ട്രോൺസിന് മാസ് ഉണ്ട്. സോ സിൻസ് ചാർജ് ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് ദ deficiency or excess of electrons and electrons are having a definite mass, even though the mass is very very small, electrons are having mass. So charge is always associated with mass. Next point നോക്കാം. Charge cannot exist without mass, though mass can exist without charge. ചാർജ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് മാസ്. കാരണം ചാർജിന് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ആണ്. എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടാവണം? മാസ് ഉണ്ട്. പക്ഷേ മാസ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ചാർജ്. ഫോർ എക്സാമ്പിൾ ന്യൂട്രൽ ബോഡി. ഒരു ന്യൂട്രൽ ബോഡി അതിനൊരു മാസ് ഉണ്ട്, പക്ഷേ അതിനെന്തില്ല? ചാർജ് ഇല്ല. സോ ചാർജ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് മാസ്, ബട്ട് മാസ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് ചാർജ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം. So the presence of charge itself is a convincing proof of existence of mass. In charging, mass of the body changes. കാരണം ഇലക്ട്രോൺസ് വന്നും പോയി ഇരുന്ന് കഴിയുമ്പോൾ അതിനകത്ത് മാസിന് വ്യത്യാസം വരും. So in charging, mass of the body changes.
When the body is given positive charge, its mass decreases എന്നാണ് പറയുന്നത്. ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുകയാണെങ്കിൽ മാസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിനർത്ഥം ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്യും? മാസ് കുറയും. When body is given negative charge, ഇലക്ട്രോൺസ് വന്നു, മാസ് കൂടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എക്സസ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ചാർജ് വരികയും പോവുകയും ചെയ്യുന്നു. ക്വാണ്ടൈസ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു ബോഡിയിൽ ചാർജ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ ബോഡിക്ക് കിട്ടുന്ന ഒരു ഡെഫിനിറ്റ് ചാർജ് അത് ഇലക്ട്രോൺസിൻ്റെ ചാർജാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ചാർജ് എന്ന് പറയുമ്പോൾ രണ്ട് ബോഡികൾ തമ്മിൽ ഉരയ്ക്കുമ്പോൾ 5 ഇലക്ട്രോൺ ട്രാൻസ്ഫറായി, 6 ഇലക്ട്രോൺ ട്രാൻസ്ഫറായി, 10 ഇലക്ട്രോൺ ട്രാൻസ്ഫറായി എന്നാണ് പറയുക. അതല്ലാതെ ഒരിക്കലും 1.5 ഇലക്ട്രോൺ ട്രാൻസ്ഫറായി അല്ലെങ്കിൽ 1.2 ഇലക്ട്രോൺ ട്രാൻസ്ഫറായി അല്ലെങ്കിൽ 6/3 ഇലക്ട്രോൺസ് ട്രാൻസ്ഫറായി, 6/13 ഇലക്ട്രോൺ ട്രാൻസ്ഫറായി, 6/7 ഇലക്ട്രോൺ ട്രാൻസ്ഫറായി അങ്ങനെ ഒരിക്കലും പറയില്ല. ബിക്കോസ് ദാറ്റ് ഇസ് എ ഫ്രാക്ഷൻ. സോ ക്വാണ്ടൈസേഷൻ മീൻസ് charge can be only expressed in terms of integral multiple of number of electrons. ഇലക്ട്രോണുകളുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിളിൽ മാത്രമേ നമുക്ക് ചാർജിൻ്റെ ട്രാൻസ്ഫർ പറയാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ അർത്ഥം. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. അപ്പോൾ നോക്കാം. The quantization of the charge is property by virtue of in which all the free charges are integral multiple of the basic unit of charge expressed by E. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E ആണ് എങ്കിൽ ഒരു ബോഡിയിൽ 2 ഇലക്ട്രോൺ വന്നാൽ അതിൻ്റെ ചാർജ് എന്താണ്? 2e. 5 ഇലക്ട്രോൺ വന്നാൽ അതിൻ്റെ ചാർജ് എന്താണ്? 5e. സോ ഡെഫിനറ്റ്ലി we can express the charge as Q is equal to NE. അപ്പോൾ ഇവിടെ നോക്കുക, Q is equal to, ഞാൻ ഇതിനെ ഇങ്ങനെ കൂടെ മോഡിഫൈ ചെയ്യാണ്. Q is equal to plus or minus NE. N is a integer. It cannot be a fraction. It cannot be a decimal. What is E? E is the charge of a electron. E is the charge of electron. 1.6 into 10 raised to minus 19 കൂളംബ് ആണ്. സോ ചാർജിൻ്റെ യൂണിറ്റിലേക്ക് നമ്മൾ കയറി വന്നു. കൂളംബ് ആണ് ചാർജിൻ്റെ യൂണിറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ചാർജിൻ്റെ യൂണിറ്റ് കൂളംബ്. SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് നോൺ ആസ് കൂളംബ്. അപ്പോൾ അത് ക്ലിയർ ആണ്. SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് നോൺ ആസ് കൂളംബ്. അപ്പോൾ ഞാനിവിടെ വീണ്ടും പറയുന്നു, SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് വാട്ട്? കൂളംബ്. SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളംബ്. അപ്പോൾ അതിന് ഒരു CGS യൂണിറ്റ് ഉണ്ട്. CGS യൂണിറ്റ് ഈസ് സ്റ്റാറ്റ് കൂളംബാണ്. CGS യൂണിറ്റ് ഈസ് സ്റ്റാറ്റ് കൂളംബ്. അപ്പോൾ SI യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളംബ് ആൻഡ് CGS യൂണിറ്റ് ഈസ് സ്റ്റാറ്റ് കൂളംബ്. അപ്പോൾ ഒരു ചെറിയ റിലേഷൻ ഇവിടെ എഴുതുകയാണ്. 1 കൂളംബ് ഇസ് ഈക്വൽ ടു 3 into 10 raised to 8 സ്റ്റാറ്റ് കൂളംബ്. അപ്പോൾ SI യൂണിറ്റും പറഞ്ഞു, CGS യൂണിറ്റും പറഞ്ഞു. SI യൂണിറ്റ് എന്താണ്? കൂളംബാണ്. CGS യൂണിറ്റ് എന്താണ്? സ്റ്റാറ്റ് കൂളംബാണ്. സോ 1 കൂളംബ് ഇസ് ഈക്വൽ ടു വാട്ട്? 3 into 10 raised to 8 സ്റ്റാറ്റ് കൂളംബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചാർജിൻ്റെ ക്വാണ്ടൈസേഷനിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ചില കാര്യങ്ങൾ, ചില എക്സ്ട്രാ കാര്യങ്ങൾ ഇനി പറയാണ്, ശ്രദ്ധിച്ചോളുക. അപ്പോൾ നമ്മൾ പറഞ്ഞു CGS യൂണിറ്റ് പറഞ്ഞു, SI യൂണിറ്റ് പറഞ്ഞു. ഇനി ചില യൂണിറ്റ്സുകൾ പറയുകയാണ്. Additional information. Franklin is also a unit of charge. There are some other units. Electromagnetic unit, electrostatic unit. ഇതൊക്കെയാണ് other units of charge. ഇതൊക്കെ നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. സ്ലൈഡിലുള്ളതിനേക്കാൾ എക്സ്ട്രാ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഈ ബ്ലാങ്ക് പേജിൽ എഴുതും, നിങ്ങളത് നോട്ട്സ് ഇടണം. അപ്പോൾ നോക്കാം. Franklin, electromagnetic unit, electrostatic unit. These are the other units of charges other than Coulomb and stat Coulomb. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളുക. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. ക്വാണ്ടൈസ്ഡ് ആകുമ്പോൾ Q is equal to plus or minus NE എന്നാണ് എഴുതുന്നത്. ഓക്കെ, N represents a integer. ഇനി ഒരു എക്സ്ട്രാ ഒരു കാര്യം പറയുകയാണ്, നോക്കുക. ക്വാർക്സ് എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ടേം മോഡേൺ ഫിസിക്സിൽ ന്യൂക്ലിയസിൻ്റെ ഫോർമേഷൻ്റെ ദ മോസ്റ്റ് മോഡേൺ തിയറി എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഇസ് കമ്പോസ്ഡ് ഓഫ് ക്വാർക്ക് എന്നാണ്. ക്വാർക്ക് മീൻസ് ഫ്രാക്ഷണൽ ചാർജസ് ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു ചാർജ് ഒരിക്കലും ഫ്രാക്ഷൻ ആയിട്ട് വരില്ല. ബട്ട് ദർ ഈസ് ആൻ എക്സെപ്ഷൻ, ക്വാർക്ക്. ക്വാർക്കിൻ്റെ വാല്യൂസ് 2/3 വരാം, 1/3 വരാം. ഇതൊക്കെ
കോർക്കിൻ്റെ വാല്യൂസ് ആണ്. ബട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രാക്ഷണൽ ചാർജസ് ആണ്. പക്ഷേ ഇതിനെ ഒരിക്കലും നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ട് ചാർജ് എന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ദീസ് കോർക്ക് ഡു നോട്ട് ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ദീസ് കോർക്ക് ഡു നോട്ട് ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ അവരൊരിക്കലും ക്വാണ്ടൈസേഷൻ വയലേറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. ക്വാണ്ടൈസേഷൻ്റെ വയലേഷൻ ആണ് ഫ്രാക്ഷണൽ ചാർജസ്. Quark are fractional charges, but they cannot be considered as violation of quantization because these quark do not have independent existence. Charges should have independent existence. But appo manasilakanam, quark or exception aanu, but they do not violate quantization of charge. Okay. ഇനി ക്വാണ്ടൈസേഷൻ്റെ വേറൊരു എക്സ്ട്രാ കണ്ടീഷൻ കൂടെ പറയുകയാണ്. അതായത് ക്വാണ്ടൈസേഷൻ എന്ന കോൺസെപ്റ്റ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഫോർ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. മൈക്രോസ്കോപ്പിക് അപ്രോച്ചുകളിൽ മാത്രമേ ക്വാണ്ടൈസേഷൻ പറയാൻ പറ്റുള്ളൂ. അതല്ലാതെ മാക്രോസ്കോപ്പിക് കോൺസെപ്റ്റിലേക്ക് നമുക്ക് ഒരിക്കലും ക്വാണ്ടൈസേഷനെ പറയാൻ പറ്റില്ല. അപ്പോൾ ചാർജ് എന്ന് പറഞ്ഞൊരു സംഭവം ക്വാണ്ടൈസേഷൻ is only explained in microscopic concept. മാക്രോസ്കോപ്പിക് പറയാൻ പറ്റില്ല. എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മുടെ കയ്യിൽ ഒരു ചാർജ്ഡ് റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ചാർജ് റോഡിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും എണ്ണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചാർജ് റോഡിൽ മൈക്രോസ്കോപ്പിക് അപ്രോച്ച് പോലെ 1E 2E 3 എന്ന് പറയാൻ പറ്റില്ല. പകരം നമ്മൾ ഈ ചാർജ് റോഡിൻ്റെ ഒരു സെക്ഷൻ ഇങ്ങനെ മാറ്റി വെച്ചു. ഈ സെക്ഷൻ്റെ ചാർജിനെ ഞാൻ എന്ത് വിളിച്ചു? DQ എന്ന് വിളിച്ചു. ഈ സെക്ഷൻ്റെ ചാർജിനെ എന്ത് വിളിച്ചു? DQ. അല്ലാതെ ആ സെക്ഷനിൽ 3 ആണ് ചാർജ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ പറയണമെങ്കിൽ അത് ക്വാണ്ടൈസേഷൻ ആണ്. ബട്ട് ക്വാണ്ടൈസേഷൻ ഇസ് നോട്ട് വാലിഡ് ഇൻ വിച്ച് അപ്രോച്ച്? മാക്രോസ്കോപ്പിക് അപ്രോച്ചിൽ ഒരിക്കലും ക്വാണ്ടൈസേഷൻ വാലിഡ് അല്ല. ക്വാണ്ടൈസേഷൻ ഇസ് ഓൺലി അപ്ലൈഡ് ഇൻ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. ഇതാണ് എക്സ്ട്രാ ക്വാണ്ടൈസേഷൻ്റെ കോൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ? So quantization, Q is equal to plus or minus Ne. Quark, they are fractional charges, but they do not have independent existence. Quantization, the term can be only defined in microscopic approach. It cannot be used in macroscopic approach. Okay. നമുക്ക് വീണ്ടും നമ്മുടെ സ്ലൈഡിലേക്ക് പോവാം. നോക്കാം. Charge on a proton is equal to charge of an electron is equal to 1.6 into 10 raised to minus 19 coulomb. ഇതാണ് ഇലക്ട്രോണിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ ചാർജ്. ഒന്ന് പോസിറ്റീവ്, മറ്റൊന്ന് നെഗറ്റീവ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ടേം നോക്കുക. ചാർജ് ഈസ് കൺസേർവ്ഡ് എന്നാണ്. അതായത് നിങ്ങൾക്കൊരു ചാർജ് കൺസേർവ്ഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റാണ്. ചാർജിൻ്റെ കൺസർവേഷൻ പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ഓൺലി ഡിഫൈൻഡ് ഫോർ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സിസ്റ്റം. ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ മാത്രമേ കൺസർവേഷൻ ഓഫ് ചാർജ് എന്നൊരു കണ്ടീഷൻ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ഐസോലേറ്റഡ് സിസ്റ്റം. സോ അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദാറ്റ് ഈസ് ഐസോലേറ്റഡ് സിസ്റ്റം. വാട്ട് ഈസ് ആൻ ഐസോലേറ്റഡ് സിസ്റ്റം? ഐസോലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ബോഡിയുണ്ട്. ദാറ്റ് ബോഡി ഷുഡ് നോട്ട് ബി കണക്റ്റഡ് to any other body by using connecting wires, or it should not be connected to earth. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ബോഡി, it should not be connected to earth or it should not be connected to any other body through a connecting wire. ഒറ്റയ്ക്ക് നിൽക്കുന്ന ബോഡിയെ വിളിക്കുന്നവരാണ് in isolated system. In isolated system, total charge does not change with time, though individual charge may change. Charge can neither be created nor be destroyed. ചാർജിനെ ക്രിയേറ്റ് ചെയ്യാനും ചാർജിനെ ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. സോ ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. Conservation of charge is also found to hold good in all type of reactions, either chemical or nuclear. നമ്മൾ modern physics ഒക്കെ പഠിക്കുമ്പോൾ conservation of charge, in all nuclear reaction, charge should be always conserved. It is not mandatory in a nuclear reaction that mass should be conserved. Mass conserved ആവണമെന്ന് ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ നിർബന്ധമില്ല. That mass can be converted to energy. പക്ഷേ നിങ്ങൾ ഏത് ന്യൂക്ലിയർ റിയാക്ഷൻ എഴുതിയാലും അവിടെ കൺസർവ് ആവേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, ചാർജ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ചാർജ് സെയിം ആവണം. സോ ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ചാർജസ് ആർ കൺസർവ്ഡ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സിസ്റ്റം? ഐസോലേറ്റഡ് സിസ്റ്റം. No exceptions to rule have ever been found. എന്ന് വെച്ചാൽ ചാർജ് ഒരിക്കലും അൺകൺസേർവ്ഡ് ആവാറില്ല. ഇതുവരെ അങ്ങനെ ഒരു ഇൻസ്റ്റൻസും വന്നിട്ടില്ല. ഓക്കെ,
അടുത്ത നോക്കുക, ചാർജ് ഈസ് ഇൻവേരിയൻ്റ് എന്നാണ് പറയുന്നത്. ചാർജ് ഈസ് ഇൻവേരിയൻറ്റ്, ചാർജ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ്, വിച്ച് മീൻസ് ചാർജ് ഓൺ എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് വാട്ട് എവർ ഇറ്റ് സ്പീഡ്. ഒരു ബോഡിയുടെ സ്പീഡ് മാറുന്നതിനനുസരിച്ച് ഒരിക്കലും എന്ത് മാറില്ല? ചാർജ് മാറില്ല. ഒരു ബോഡിയുടെ സ്പീഡ് മാറുന്നതിനനുസരിച്ച് എന്ത് മാറില്ല? ചാർജ് മാറില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുടെ എക്സ്പ്ലനേഷനാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. നമുക്ക് ഇവിടെ നോക്കാം. ദിസ് ഈസ് എ ഗാമാ റേ. ഗാമാ റേയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഗാമാ റേക്ക് എന്തില്ല? ചാർജ് ഇല്ല. സോ വെൻ ദിസ് ഗാമാ റേ ഈസ് സബ്ജക്റ്റഡ് ടു strong electric field, when this gamma ray is subjected to strong electric field, it gets splitted into two. One is electron and other is positron. This is electron and this is positron എന്ന് പറയും. ഒന്ന് ഇലക്ട്രോണും മറ്റൊന്ന് പോസിട്രോൺ എന്നാണ് പറയുന്നത്. സോ പോസിട്രോൺ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലേറ്റർ ചാപ്റ്റേഴ്സിൽ പറയും. സോ ഈ പോസിട്രോൺ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, അവർക്ക് ഇലക്ട്രോണിൻ്റെ അതേ മാസ്സാണ്, പക്ഷേ ഓപ്പോസിറ്റ് ചാർജാണ്. ഇലക്ട്രോണിൻ്റെ അതേ മാസ്സാണ്, പക്ഷേ ഓപ്പോസിറ്റ് ചാർജാണ്. ഇറ്റ്സ് ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ഇലക്ട്രോൺ. പോസിട്രോൺ ഈസ് നോൺ ആസ് ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ഇലക്ട്രോൺ. നമുക്ക് നോക്കാം. ഗാമാ റേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നിങ്ങൾ നോക്കിയാൽ ഗാമാ റേക്ക് എന്തില്ല? ചാർജ് ഇല്ല. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണും ഉണ്ട്, ഒരു പോസിട്രോണും ഉണ്ട്. അപ്പോൾ ഇവിടെ ചാർജ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ചാർജ് ഇല്ലായിരുന്നു, ഇവിടെ ചാർജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ചാർജ് എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ്. ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. പക്ഷേ ഇവിടെ ചാർജ് എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ബിക്കോസ് ദിസ് ഈസ് ഇലക്ട്രോൺ ആൻഡ് ദിസ് ഈസ് പോസിട്രോൺ. അപ്പോൾ ചാർജ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. നെറ്റ് ചാർജ് ഇവിടെ എന്താണ്? സീറോ. ഇവിടെയും നെറ്റ് ചാർജ് എന്താണ്? സീറോ. കാര്യം ഇലക്ട്രോണിൻ്റെ ചാർജും പോസിട്രോണിൻ്റെ ചാർജും ആഡ് ചെയ്താൽ നെറ്റ് ചാർജ് എന്താണ്? സീറോ. എന്ന് വെച്ചാൽ ഇൻ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ദ ടോട്ടൽ ചാർജ് റിമെയിൻസ് ഓൾവേസ് കൺസേർവ്ഡ്. ദിസ് ഈസ് നോട്ട് വയലേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ആൻഡ് ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് pair production. This reaction is known as pair production, where electron and positron are created but the net charge always remains conserved. Clear alle? അപ്പോൾ charges can be created but only in pairs. ഇവിടെ ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്, but they are created only in pairs. Okay. ഇനി electron plus positron at a high temperature of 10 raised to 8 Kelvin, they will produce a gamma ray and the process is known as annihilation. The process is known as annihilation. ഒരു ഇലക്ട്രോണും ഒരു പോസിട്രോണും കൂടെ ഹൈ ടെമ്പറേച്ചറിൽ കമ്പൈൻ ചെയ്താൽ they will produce a gamma ray and this is a very very important reaction occurring in nuclear fusion in the sun. സണ്ണിലെ പ്ലാസ്മ സ്റ്റേറ്റിൽ നടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണിത്. ഒരു പോസിട്രോണും ഒരു ഇലക്ട്രോണും കൂടെ കമ്പൈൻ ചെയ്ത് എന്തിലേക്ക് വരുന്നു? ഗാമാ റേ. അപ്പോൾ ഇവിടെ നോക്കുക, ഗാമാ റേക്ക് എന്തില്ല? ചാർജ് ഇല്ല. ഇവർക്ക് രണ്ടുപേർക്കും ചാർജ് ഉണ്ടല്ലോ, വിച്ച് മീൻസ് ചാർജസ് ആർ ഡിസ്ട്രോയിഡ്. ചാർജസ് ആർ ഡിസ്ട്രോയിഡ് ബട്ട് നോട്ട് ഇൻഡിവിജ്വലി, ദേ ആർ ഡിസ്ട്രോയിഡ് ഇൻ പെയേഴ്സ്. ഒരു ഇലക്ട്രോൺ ഇല്ലാണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു പോസിട്രോണെ ഇല്ലാതാക്കുകയാണ്. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ ദ നെറ്റ് ചാർജ് ഓൾവേസ് റിമെയിൻസ് കൺസേർവ്ഡ്. വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ആൻഹിലേഷൻ ആൻഡ് പെയർ പ്രൊഡക്ഷൻ ബോത്ത് ആർ എക്സാമ്പിൾസ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഇൻ ബോത്ത് കേസസ് ചാർജസ് ആർ ക്രിയേറ്റഡ് as well as destroyed but not individually. They are destroyed as well as they are created in pairs. പെയറുകളോടെ മാത്രം. ഒരു ഇലക്ട്രോൺ നശിപ്പിക്കപ്പെടുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു പോസിട്രോണും നശിച്ചു പോവുകയാണ്. സോ ദിസ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. അപ്പോൾ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ചാർജിൻ്റെ ഇൻവേരിയൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇൻവേരിയൻറ്റ് എന്ന് വെച്ചാൽ ചാർജ് ഒരിക്കലും സ്പീഡ് മാറുന്നതിനനുസരിച്ച് ചാർജ് മാറില്ല, ചാർജിൻ്റെ ക്വാണ്ടിറ്റി മാറില്ല. അപ്പോൾ അത് എക്സാമ്പിളായിട്ട് ഇവിടെ നോക്കാം.
മാസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ m is equal to m0 divided by root of 1 minus v square by c square എന്നൊരു ഇക്വേഷൻ ഉണ്ട്. തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. m0 എന്ന റെസ്റ്റ് മാസാണ്, ബോഡിക്ക് സ്പീഡ് ഇല്ലാത്ത സമയത്തുള്ള മാസാണ് m0. ഇനി ബോഡിയുടെ സ്പീഡ് മാറുന്നതിനനുസരിച്ച് ആ സ്പീഡാണ് v. When that v approaches almost near to the speed of light, the mass of the body changes. അതിനർത്ഥം സ്പീഡിനനുസരിച്ച് എന്ത് ചേഞ്ച് ചെയ്യും? മാസ് ചേഞ്ച് ചെയ്യും. പക്ഷേ സ്പീഡിനനുസരിച്ച് ഒരിക്കലും എന്ത് ചേഞ്ച് ചെയ്യില്ല? ചാർജ് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ചാർജ് ഈസ് ഇൻവേരിയൻറ്റ്, ഇറ്റ് വിൽ നെവർ ഡിപ്പെൻഡ് അപ്പോൺ സ്പീഡ്. ഓക്കെ, അപ്പോൾ ചാർജ് എന്താണ്? ഇൻവേരിയൻ്റ് ആണ്, വിച്ച് വിൽ നെവർ ഡിപ്പെൻഡ് അപ്പോൺ സ്പീഡ്. ക്ലിയർ? ഇനി മനസ്സിലാക്കേണ്ട കാര്യം, 3 തരത്തിലുള്ളൊരു എക്സ്പ്ലനേഷൻ. ഒരു ചാർജ് റെസ്റ്റിലാണ് എങ്കിൽ ദാറ്റ് ക്രിയേറ്റ്സ് എൻ ഇലക്ട്രിക് ഫീൽഡ്. ആ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡിനുള്ളിൽ നമ്മൾ വേറൊരു ചാർജ് വെച്ചാൽ ഇറ്റ് എക്സ്പീരിയൻസസ് എയ്തർ അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. പണ്ട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു സ്റ്റാറ്റിക് ചാർജ് ആണെങ്കിൽ സ്റ്റാറ്റിക് ചാർജ് ഓൾവേസ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ്, മൂവിങ് ചാർജ് ഓൾവേസ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് accelerated charge radiates out energy and it creates electromagnetic waves. അപ്പോൾ ഇതൊക്കെ നമ്മൾ +2 ഓരോ ചാപ്റ്റേഴ്സിലുണ്ട്. അപ്പോൾ സ്റ്റാറ്റിക് ചാർജ് പ്രൊഡ്യൂസസ് ഇലക്ട്രിക് ഫീൽഡ്, മൂവിങ് ചാർജ് പ്രൊഡ്യൂസസ് മാഗ്നറ്റിക് ഫീൽഡ്. നെക്സ്റ്റ് അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. an accelerated charge radiates out electromagnetic energy. ക്ലിയർ? അപ്പോൾ നമ്മൾ ഈ സ്ലൈഡ് കംപ്ലീറ്റ് ചെയ്തു. തിയറി പോർഷൻസ് നമ്മൾ അത്രയും തിയറി പോർഷൻസ് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്, നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞിരുന്നു 1 ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു 1.6 into 10 raised to minus 19 കൂളംബ്. ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 1.6 into 10 raised to minus 19 കൂളംബാണ്. അപ്പോൾ ഒരു കൂളംബ് എന്ന് പറഞ്ഞാൽ 1 divided by 1.6 into 10 raised to minus 19 ഇലക്ട്രോൺസ്. അപ്പോൾ ഒരു കൂളംബ് എന്ന ചാർജ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ which shows there are 6.25 into 10 raised to 18 ഇലക്ട്രോൺസ്. ഒരു ചാർജ്, ഒരു കൂളംബ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് എന്ത്? 6.25 into 10 raised to 18 ഇലക്ട്രോൺസ്, വിച്ച് മീൻസ് അതൊരു വളരെ വലിയ വാല്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രോബ്ലങ്ങളിലൊക്കെ നമ്മൾ മൈക്രോ കൂളംബിലും പൈക്കോ കൂളംബിലും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ 1 കൂളംബ് ചാർജ് ഇൻവോൾവ്സ് ഹൗ മെനി ഇലക്ട്രോൺസ്? 6.25 into 10 raised to 18 ഇലക്ട്രോൺസ്. വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ടു സോൾവ് സം സ്മോൾ പ്രോബ്ലംസ്. ഓക്കെ, ചെറിയ പ്രോബ്ലങ്ങളിൽ ഈ ഒരു കൺസെപ്റ്റ് വരും. അപ്പോൾ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 6.25 into 10 raised to 18 ഇലക്ട്രോൺസ്. ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ് ഈസ് മെത്തേഡ് ഓഫ് ചാർജിങ്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഒരു ബോഡി എങ്ങനെ ചാർജ് ചെയ്യാം. ബോഡി ചാർജ് ചെയ്യുന്നതെങ്കിൽ 2 മെത്തേഡാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ബേസിക്കലി ഫസ്റ്റ് മെത്തേഡ് ഈസ് കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തമ്മിൽ കോണ്ടാക്റ്റ് വെച്ചിട്ട് ചാർജ് ചെയ്യുന്ന മെത്തേഡാണ് കണ്ടക്ഷൻ. പിന്നെ ഉള്ളത് ഇൻഡക്ഷനാണ്. ഇൻഡക്ഷന് കോണ്ടാക്റ്റ് വേണ്ട. അപ്പോൾ കണ്ടക്ഷൻ നോക്കാം. അതിന് ബേസിക് ആയിട്ടുള്ള ടേം ഇവിടെ പറയുന്നുണ്ട് ഫ്രിക്ഷനാണ്. ഒരു ബോഡിയെ മറ്റൊരു ബോഡിയായിട്ട് ഉരയ്ക്കുമ്പോൾ, ഒരു ബോഡി മറ്റൊരു ബോഡിയായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആ റബ്ബ് ചെയ്യുമ്പോൾ നമ്മൾ എനർജി കൊടുക്കും. ദാറ്റ് എനർജി ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ ഇലക്ട്രോൺസ്. So the energy used in rubbing is used to transfer the electrons. കാര്യം ചാർജിങ് ആണ്, ഇലക്ട്രോൺസ് മാത്രമാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. സോ റബ്ബിംഗ് എന്ന് പറയുമ്പോൾ വി ആർ പ്രൊവൈഡിങ് സം കൈൻഡ് ഓഫ് എനർജി ആൻഡ് ദാറ്റ് എനർജി ഈസ് യൂസ്ഡ് ഫോർ റിമൂവിങ് ദ ഇലക്ട്രോൺസ് ഓർ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. അതാണ് ഫ്രിക്ഷൻ്റെ കോൺസെപ്റ്റ്. ഇനി നോക്കുക, transfer of electrons takes place from lower work function of the body to higher work function of the body. തൽക്കാലം ഈ ഒരു ടേം നിങ്ങളത് നോക്കണ്ട. ഞാൻ വേറൊരു കാര്യം പറയാം. ഇലക്ട്രോൺസ് ടേക്സ് പ്ലേസ് ഫ്രം ഹയർ ഇലക്ട്രോൺ ഡെൻസിറ്റി ടു ലോവർ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പഠിക്കുക. നമുക്കറിയാം ഫ്ലൂയിഡ് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ. സോ ഇലക്ട്രോൺ ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹയർ ഇലക്ട്രോൺ ഡെൻസിറ്റി ടു ലോവർ ഇലക്ട്രോൺ ഡെൻസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോൺ ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ടു ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ടു ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി. ഇനി നെക്സ്റ്റ് കാര്യം നമുക്ക് നോക്കാം.
പണ്ട് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒരു ഗ്ലാസ് റോഡ് ഒരു സിൽക്ക് ക്ലോത്തായിട്ട് റബ്ബ് ചെയ്തപ്പോൾ ഗ്ലാസ് റോഡിന് ഏത് ചാർജ് കിട്ടി? പോസിറ്റീവ് ചാർജ്. സിൽക്ക് ക്ലോത്തിന് ഏത് ചാർജ് കിട്ടി? നെഗറ്റീവ് ചാർജ്. ഒരു ഫ്ലാനൽ അല്ലെങ്കിൽ കാറ്റ് സ്കിൻ അല്ലെങ്കിൽ ഫർ എബണൈറ്റ് റോഡായിട്ട് റബ്ബ് ചെയ്തു. അപ്പോൾ കാറ്റ് സ്കിൻ എന്തായി? പോസിറ്റീവ് ചാർജ്. എബണൈറ്റ് റോഡ് എന്തായി? നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് അടുത്തത് പറയാൻ പോകുന്നത്. When two bodies are rubbed, one becomes positive and other becomes negative. There should be a criteria, and that criteria is electron always gets transferred from higher electron density to lower electron density. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കോളൂ. ഗ്ലാസ്, സിൽക്ക് തമ്മിൽ റബ്ബ് ചെയ്തു. അപ്പോൾ ഗ്ലാസ് പോസിറ്റീവുമായി, സിൽക്ക് നെഗറ്റീവായി. അതിനർത്ഥം ഗ്ലാസ്സിന് പോസിറ്റീവ് ചാർജ് കിട്ടി എന്നാണ്. അതിനർത്ഥം ഗ്ലാസ്സിൽ നിന്ന് ഇലക്ട്രോൺസ് പോയി എന്നാണ്. സിൽക്ക് നെഗറ്റീവ് ചാർജ്, സിൽക്കിന് ഇലക്ട്രോൺ കിട്ടി എന്നാണ്. അപ്പോൾ സിൽക്കിലേക്ക് ഇലക്ട്രോൺ വന്നു. വിച്ച് മീൻസ് ഗ്ലാസ് ഈസ് ഹാവിങ് ഹൈ ഇലക്ട്രോൺ density and silk is having low electron density. അതുകൊണ്ടാണ് ഗ്ലാസ് പോസിറ്റീവും സിൽക്ക് നെഗറ്റീവും ആയത്. ഇനി അടുത്ത് നോക്കാം. ഫർ ടു എബണൈറ്റ്. ഇപ്പം നമ്മൾ ആ ടേബിൾ നോക്കിയതാണ്. ഫർ ബിക്കംസ് പോസിറ്റീവ്, എബണൈറ്റ് ബിക്കംസ് നെഗറ്റീവ്. അതിനർത്ഥം എബണൈറ്റിന് ഇലക്ട്രോൺസ് കിട്ടി. Which means fur is having high electron density and ebonite is having low electron density. High electron density low electron density പോകുമ്പോഴാണ് ഇലക്ട്രോൺസ് ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇതാണ്. എബണൈറ്റ് എന്തുകൊണ്ട് നെഗറ്റീവായി? എബണൈറ്റിലേക്ക് ഇലക്ട്രോൺ വന്നു. എവിടുന്ന് വന്നു? ഫറിൽ നിന്ന്. എങ്ങനെ ഇലക്ട്രോൺ വരുന്നു? ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ടു ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി. സോ ഫറിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ് ഫറിൽ നിന്ന് ഇലക്ട്രോൺ നേരെ എന്തിലേക്ക് പോയത്? എബണൈറ്റിലേക്ക് പോയത്. ക്ലിയർ അല്ലേ? ഇനി ഗ്ലാസും സിൽക്കും എബണൈറ്റും ഫറും ഇത് നമ്മൾ 8th സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മളിത് പഠിക്കുന്നതാണ്. പക്ഷെ വേറെ ഏതെങ്കിലും ബോഡികൾ തമ്മിലാണ് റബ്ബ് ചെയ്യുന്നതെങ്കിൽ ആര് പോസിറ്റീവ് ആവും ആര് നെഗറ്റീവ് ആവും നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സീരീസ് അല്ലെങ്കിൽ ഒരു ടേബിൾ പഠിച്ചു വയ്ക്കുക. ആൻഡ് ദാറ്റ് ടേബിൾ ഈസ് നോൺ ആസ് ട്രൈബോ ഇലക്ട്രിക് സീരീസ്. ഇറ്റ് ഈസ് നോൺ ആസ് ട്രൈബോ ഇലക്ട്രിക് സീരീസ്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ട്രൈബോ ഇലക്ട്രിക് സീരീസ് ആണ്. ഇതാണ് ട്രൈബോ ഇലക്ട്രിക് സീരീസ്. ഫർ, ഫ്ലാനൽ, വൂൾ, ഗ്ലാസ്, പേപ്പർ, കോട്ടൺ, സിൽക്ക്, റബ്ബർ, എബണൈറ്റ്. ഇത്ര ഒരു സീരീസാണ്. ഫർ, ഫ്ലാനൽ, വൂൾ, ഗ്ലാസ്, പേപ്പർ, കോട്ടൺ, സിൽക്ക്, റബ്ബർ, എബണൈറ്റ്. ഇത് സംഭവം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കാം. ഫർ എടുത്തു. ഫറും എബണൈറ്റും തമ്മിൽ റബ്ബ് ചെയ്തു. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഫർ ബിക്കംസ് എന്തായി? ഫർ എന്തായി? ഫർ ബിക്കംസ് പോസിറ്റീവ് ആൻഡ് എബണൈറ്റ് ബിക്കംസ് നെഗറ്റീവ്. അതിനർത്ഥം ഈ ഓർഡറിലെടുത്താൽ ഫർ ആദ്യവും എബണൈറ്റ് അവസാനമാണ് വരുന്നത്. ആദ്യത്തെയും അവസാനത്തെയുമാണ്. അല്ലെങ്കിൽ അവിടെ താഴോട്ട് പോകുമ്പോൾ ടേബിളിൽ ആദ്യം വരുന്ന ആൾ പോസിറ്റീവും പിന്നീട് വരുന്ന ആൾ നെഗറ്റീവും ആവും. അപ്പോൾ ഈ ടേബിൾ ആദ്യം ആരാണ്? ഫറാണ്. ഏറ്റവും അവസാനം ആരാണ്? എബണൈറ്റ്. അപ്പോൾ ഹയർ ഓർഡറിൽ നിൽക്കുന്ന ആരാണ്? ഫറാണ്. അപ്പോൾ ആ ഫറും എബണൈറ്റും തമ്മിൽ ഉരച്ചാൽ ഫർ ബിക്കംസ് പോസിറ്റീവ് ആൻഡ് എബണൈറ്റ് ബിക്കംസ് നെഗറ്റീവ്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഗ്ലാസും സിൽക്കും ഹയർ ഓർഡറിൽ ആരാണ്? ഗ്ലാസ്. ഗ്ലാസിന് താഴെയാണ് ആര്? സിൽക്ക്. അപ്പോൾ എന്ത് സംഭവിക്കണം? ഗ്ലാസ് പോസിറ്റീവ് ആവണം, സിൽക്ക് നെഗറ്റീവ് ആവണം. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ട്രൈബോ ഇലക്ട്രിക് സീരീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഓർഡർ ആദ്യം പഠിച്ചു വെച്ചാൽ അതിൽ ആദ്യത്തെ ആൾക്കാർ ആ ഓർഡറിൽ ആദ്യം ആരാണോ മുകളിൽ വരുന്നത്, മുകളിൽ ഇരിക്കുന്ന ഒരാളും അതിന് താഴെയുള്ള ഒരാളും തമ്മിൽ റബ്ബ് ചെയ്താൽ മുകളിലുള്ള ആൾ പോസിറ്റീവ് ആവും, താഴെയുള്ള ആൾ നെഗറ്റീവ് ആവും. ഇപ്പോൾ പേപ്പറും കോട്ടണും ആദ്യം ആരാ? പേപ്പർ. സോ പേപ്പർ ബിക്കംസ് പോസിറ്റീവ് ആൻഡ് കോട്ടൺ ബിക്കംസ് നെഗറ്റീവ്. സോ ദിസ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ട്രൈബോ ഇലക്ട്രിക് സീരീസ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പറയുന്നു മെത്തേഡ്സ് ഓഫ് ചാർജിങ്. കണ്ടക്ഷൻ ഉണ്ട്,
ഇൻഡക്ഷൻ ഉണ്ട്. അപ്പോൾ 3 തരത്തിലുള്ള മെറ്റീരിയൽസിനെ പറ്റി ആദ്യമേ ഒന്ന് ബ്രീഫ് ചെയ്യാം. കണ്ടക്ടേഴ്സിനകത്ത് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീൻസ് ഇറ്റ് ഹാസ് ദ പ്രസൻസ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. അതാണ് അവരെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. സോ കണ്ടക്ടേഴ്സിനകത്ത് കൂടെ ചാർജ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. ഇൻസുലേറ്റേഴ്സിന് അതില്ല, ദ ഡു നോട്ട് ഹാവ് ദ പ്രസൻസ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഡൈ ഇലക്ട്രിക്സ്. ചാർജിങ് എന്ന കൺസെപ്റ്റിനകത്ത് ഇൻസുലേറ്റേഴ്സിന് ഇമ്പോർട്ടൻസ് ഇല്ല. സോ കണ്ടക്ടേഴ്സ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ കണ്ടക്ടേഴ്സിൽ എന്തുകൊണ്ട് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നു? ദേ ഹാവ് ദ പ്രസൻസ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. ഇനി അടുത്തൊരു മൂന്നാമത്തെ കാര്യം, കണ്ടക്ടേഴ്സ് പറഞ്ഞു, ഇൻസുലേറ്റേഴ്സ് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ഡൈ ഇലക്ട്രിക്സ് ആണ്. എന്താണ് ഡൈ ഇലക്ട്രിക്സ്? ശ്രദ്ധിച്ചോളൂ. Dielectrics means they are insulators. അവർ ഇൻസുലേറ്റർ ആണ്. പക്ഷേ when this insulator is subjected to a very strong electric field, they lost the property of insulation. ഇൻസുലേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അവരെ കൊണ്ടുവച്ചാൽ they will lose the property of insulator and they will start behaving as conductor. Okay, that is an example is air. എയർ ഒരു ഇൻസുലേറ്റർ ആണ്. നമ്മൾ എയറിൽ കൂടെ ഒരിക്കലും കറണ്ട് പാസ് ചെയ്യില്ല. പക്ഷേ ഇടിമിന്നൽ, ലൈറ്റ്നിങ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ when this air molecules, when they are subjected to high electric field, they lose the property of insulator and they will behave acting as ions, which means ions can conduct electricity. അപ്പോൾ ഡൈഇലക്ട്രിക് എന്ന് വെച്ചാൽ വെറുതെ ഇരുന്നാൽ ഇൻസുലേറ്ററും സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ കൊണ്ടുവച്ചാൽ they will lose the property of insulation and they will start behaving as a conductor, and that type of material is known as dielectrics. They are insulators, but when in the presence of strong electric field they will lose the property of insulation and will start behaving as a conductor. ഓക്കെ, അപ്പോൾ ഇതാണ് ഡൈഇലക്ട്രിക്സിൻ്റെ കോൺസെപ്റ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് ചാർജിങ് ബൈ കണ്ടക്ഷൻ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ ഒരു സ്പിയർ, ഐസൊലേറ്റഡ് സ്പിയർ ആണ്, ഇൻസുലേറ്റഡ് ആണ്. ഈ സ്റ്റാൻഡ് ഇൻസുലേറ്റഡ് ആണ്. ഇത് മാത്രമാണ് കണ്ടക്ടർ. അപ്പോൾ ഇത് ന്യൂട്രലാണ്. ഒരു പോസിറ്റീവ് ചാർജ് റോഡ് ഇതിലേക്ക് കൊണ്ടുവച്ചു. എന്താ സംഭവിക്കുന്നത്? ഇതിൽ ആർക്കാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കംപ്ലീറ്റ്ലി ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജ്. ഇത് എന്താ? പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പോൾ കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ ആർക്കാണ്? സ്പിയറിനാണ്. കാര്യം മറ്റേ റോഡിൽ ഏത് ചാർജ് മാത്രമേ ഉള്ളൂ? പോസിറ്റീവ് ചാർജ്. പക്ഷേ ഇതിനകത്ത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇവിടെ ആർക്കാണ്? ഈ സ്പിയറിനാണ് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി. അപ്പോൾ ഈ സ്പിയറിന് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി. ഇലക്ട്രോൺ ഓൾവേസ് ട്രാവൽസ് ഫ്രോം ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ടു ലോവർ ഇലക്ട്രോൺ ഡെൻസിറ്റി. സോ ഇതിൽ നിന്ന് നേരെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആകും. അപ്പോൾ ഇത് ന്യൂട്രലാണ്. അതിൽ നിന്ന് എന്ത് പോയി? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആയി. അപ്പോൾ ഇത് ഏത് ചാർജായി? പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഒരു ന്യൂട്രൽ സ്പിയറിനെ പോസിറ്റീവ് ചാർജ് ആക്കണമെങ്കിൽ ഒരു പോസിറ്റീവ്ലി ചാർജ് ബോഡി കൊണ്ട് ടച്ച് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? സോ ദ ന്യൂട്രൽ ചാർജ് ബിക്കംസ് പോസിറ്റീവ് ചാർജ് ബിക്കോസ് വെൻ വി കമ്പയർ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് എ ന്യൂട്രൽ ബോഡി ആസ് വെൽ ആസ് a positively charged body, the neutral body has slightly high electron density due to the presence of electrons, and that electrons will be transferred from neutral body to the positively charged body such that the neutral body becomes positive. Important point എന്താണ്? ഒരു ന്യൂട്രൽ ബോഡിയെ പോസിറ്റീവ് ചാർജ് ആക്കണമെങ്കിൽ you should bring a positively charged body and keep in contact. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇത് തന്നെ എടുക്കാം. ന്യൂട്രലാണ്, നെഗറ്റീവ്ലി ചാർജ് ബോഡിയെ ടച്ച് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൽ ആർക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ? ഇതിനകത്ത് പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. പക്ഷെ ഇതിനകത്തോ നെഗറ്റീവ് ചാർജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ ആർക്കാണ്? നെഗറ്റീവ്ലി ചാർജ് ബോഡിക്കാണ്. സോ ഇലക്ട്രോൺസ് വിൽ ട്രാൻസ്ഫർ ഫ്രം നെഗറ്റീവ്ലി ചാർജ് ബോഡി ടു ന്യൂട്രൽ ബോഡി, വിച്ച് മീൻസ് ന്യൂട്രൽ ബോഡിക്ക് നെഗറ്റീവ് ചാർജ് കിട്ടി എന്നാണ് അർത്ഥം. അതിനർത്ഥം ന്യൂട്രൽ ബോഡി ബിക്കംസ് നെഗറ്റീവ്. അപ്പോൾ ന്യൂട്രൽ ബോഡി എങ്ങനെ നെഗറ്റീവ് ആക്കാം? ജസ്റ്റ് ടേക്ക് എ നെഗറ്റീവ്ലി ചാർജ് ബോഡി ആൻഡ് കീപ്പ് ഇൻ കോൺടാക്ട്. യു വിൽ ഗെറ്റ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ. This is the method of conduction.
Okay, electron always travels from high electron density to low electron density. Always travels from high electron density to low electron density. So method of charging il conduction നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇൻഡക്ഷൻ. എങ്ങനെയാണ് ഒരു ബോഡിയെ വിത്തൗട്ട് കോണ്ടാക്ട് ചാർജ് ചെയ്യുന്നത്? ഇപ്പോൾ ടച്ചിങ് ഉണ്ടല്ലോ, ടച്ചിങ് ഇല്ലാതെ എങ്ങനെ നമുക്ക് ഇവനെ ചാർജ് ചെയ്തെടുക്കാം? അതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കത് പഠിക്കാം. എന്താണ് ഇൻഡക്ഷൻ? ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻഡക്ഷൻ. ഒരു മെറ്റൽ ബോഡി, ഒരു ന്യൂട്രൽ സ്പിയർ ആണ്. കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയെ കൊണ്ടുവച്ചു. ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഇവിടെ കൊണ്ടുവച്ചു. ഒന്ന് നോക്കാം. ഇതിനകത്ത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അപ്പോൾ അതിനകത്തിരിക്കുന്ന പോസിറ്റീവ് ചാർജുകാർക്ക് ഈ പോസിറ്റീവിനെ കാണുമ്പോൾ അവൻ്റെ അടുത്തേക്ക് പോവില്ല, പകരം റിപ്പൽ ചെയ്യും. ഇതിനകത്തിരിക്കുന്ന ഇലക്ട്രോണുകൾക്ക് അവൻ്റെ അടുത്തേക്ക് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അവർ ആ സ്പിയറിനുള്ളിൽ തന്നെ മാക്സിമം അടുത്തേക്കും മാക്സിമം ദൂരത്തേക്കും മാറും. സോ ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജുകളെല്ലാം ഇവിടെ വന്നു. അവിടെ റിപ്പൽഷൻ നടക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഇതിനകത്തുള്ള നെഗറ്റീവ് ചാർജുകളെല്ലാം ഈ സൈഡിൽ വന്ന് അക്യുമുലേറ്റഡ് ആയി. വേറെ ഒന്നുമല്ല, പോസിറ്റീവ് ചാർജുകൾ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ചാർജുകൾ പോസിറ്റീവ് ചാർജിനടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യും. സോ ഇവിടെ മുഴുവൻ പോസിറ്റീവും ഇവിടെ മുഴുവൻ നെഗറ്റീവുമായി മാറി. ക്ലിയർ ആണല്ലോ? ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. ഇനി ഞാൻ എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ പോസിറ്റീവ് പോർഷനെ ഒരു കണക്റ്റിംഗ് വയർ ഉപയോഗിച്ച് ഇങ്ങനൊരു സിമ്പൽ കൊടുത്ത് നിർത്തി. ഇതിൻ്റെ പേരാണ് എർത്തിങ്. അപ്പോൾ ഈ കൺസെപ്റ്റിൽ എർത്തിങ് കൂടെ എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എർത്തിങ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഞാനിവിടെ ചെയ്തു. അപ്പോൾ എന്താണ് എർത്തിങ് എന്ന് നമുക്ക് നോക്കാം. വളരെ ശ്രദ്ധിച്ചിരിക്കുക. എർത്തിങ് എന്ന് വെച്ചാൽ ഒരു ബോഡി നമ്മൾ എർത്തായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ. എർത്തിൻ്റെ റേഡിയസ് 6400 കിലോമീറ്ററാണ്. ഒരു ലാർജ് ബോഡിയാണ്. ആ ലാർജ് ബോഡിയിൽ അതൊരു ഇലക്ട്രോണുകളുടെ വലിയൊരു സോഴ്സാണ്. ലാർജ് ബോഡിയാണ്, ഇലക്ട്രോണുകളുടെ വലിയ ഒരു സോഴ്സാണ്. അപ്പോൾ ആ എർത്തിൽ നിന്ന് ഇലക്ട്രോൺ പോയാലും ആ എർത്തിൽ നിന്ന് ഇലക്ട്രോൺ വന്നാലും ആ എർത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അതാണ് ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞൊരു ലാർജ് സോഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ അതിലേക്ക്, എർത്ത് എന്ന് പറയുന്ന ഒരു ലാർജ് സോഴ്സ് ഓഫ് ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ വന്നാലും ഇലക്ട്രോൺ പോയാലും അതിൻ്റെ സ്റ്റേറ്റിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി ചാർജ് ട്രാൻസ്ഫർ ഓൾവേസ് ഒക്കേഴ്സ് ഫ്രം ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ടു ലോ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞു. ഈ അടുത്ത ഒരു കാര്യം പറയുകയാണ്, ചാർജസ് ട്രാൻസ്ഫേഴ്സ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ചാർജ് ഓൾവേസ് ട്രാവൽസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഇനി എർത്ത് ഈസ് എ സ്പെറിക്കൽ ബോഡി. എർത്ത് ഒരു സ്പെറിക്കൽ ബോഡിയാണ്. ഏത് സ്പെറിക്കൽ ബോഡിക്കും ഒരു പൊട്ടൻഷ്യലിന് ഒരു ഫോർമുലയുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി ഒരു റിലേഷൻ ഓർത്തിരിക്കുക. പൊട്ടൻഷ്യൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ V, ആൻഡ് ഫോർ എ സ്പെറിക്കൽ ബോഡി ഐ എം റെപ്രസെൻറ്റിംഗ് പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ റേഡിയസ് ഓഫ് ദ സ്പെറിക്കൽ ബോഡി. പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദ സ്പെറിക്കൽ ബോഡി. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ ഒരു വലിയൊരു ചാപ്റ്ററാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എർത്തിൻ്റെ കേസ് ഇവിടെ പറയുമ്പോൾ വീണ്ടും ഒന്ന് ജസ്റ്റ് പറയുകയാണ്. പൊട്ടൻഷ്യൽ ഈസ് പ്രപ്പോർഷണൽ ടു 1/r. എർത്തിൻ്റെ റേഡിയസ് ചെറുതല്ല, വളരെ വലുതാണ്. അപ്പോൾ ഡിനോമിനേറ്റർ വളരെ വലുതായാൽ പൊട്ടൻഷ്യൽ 0 അല്ലേ? അപ്പോൾ എർത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? 0. സോ വി ഓൾവേസ് അസ്യൂം എർത്തിൻ്റെ പൊട്ടൻഷ്യൽ ആസ് 0. So Earth's potential is always 0. So this is always at 0 potential. എർത്തിൻ്റെ പൊട്ടൻഷ്യൽ ഓൾവേസ് 0 ആണ്. സോ എർത്തിൻ്റെ പൊട്ടൻഷ്യൽ എപ്പോഴും 0 ആണെന്ന് വിചാരിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒരു ബോഡി എർത്തിലേക്ക് കണക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കില്ല. എർത്തിൻ്റെ പൊട്ടൻഷ്യൽ ഓൾവേസ് 0 ആണ്. അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ബോഡി എർത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ അവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് സംഭവിക്കണം ഡ്യൂ ടു ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്കറിയാം, ഒരു ട്യൂബ് വേറൊരു ട്യൂബ്
ആ ട്യൂബിൽ ഒരുപാട് ഹൈറ്റിൽ വെള്ളമുണ്ട്, ഈ ട്യൂബിൽ അത്ര ഹൈറ്റിൽ വെള്ളമില്ല. ഒരു ഇൻ്റർ കണക്റ്റിംഗ് പൈപ്പ് ഉപയോഗിച്ചാൽ ഈ ട്യൂബിൽ നിന്ന് വെള്ളം ഇറങ്ങി ഈ ട്യൂബിലേക്ക് വരും, എന്നിട്ട് ഇത് നിൽക്കും. എപ്പോൾ? രണ്ടിനും ഒരേ ലെവലാകുമ്പോൾ, രണ്ടിൻ്റെ ലെവൽ സെയിം ആകുമ്പോൾ ഇവിടെ നിൽക്കും. അതുപോലെ ഇവിടെ ചിന്തിച്ചാൽ ഒരു ബോഡി എർത്തായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ബോഡിക്കൊരു പൊട്ടൻഷ്യലുണ്ട്, എർത്തിൻ്റെ പൊട്ടൻഷ്യൽ 0 അപ്പോൾ there is a change in potential. അപ്പോൾ ചാർജ് ട്രാൻസ്ഫർ നടക്കും. എന്നിട്ട് എപ്പോൾ ചാർജ് ട്രാൻസ്ഫർ നിൽക്കും? when potential of two body becomes same. when potential of two body becomes same. പക്ഷേ എർത്തിൻ്റെ പൊട്ടൻഷ്യൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മാറാൻ പാടില്ല. അപ്പോൾ എർത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്നും എന്താണ്? 0. അപ്പോൾ എർത്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നവൻ്റെ പൊട്ടൻഷ്യൽ എന്താവണം? 0 ആവണം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ഒരു ബോഡി നിങ്ങൾ എർത്തായിട്ട് കണക്ട് ചെയ്താൽ, ആ ബോഡി എർത്തായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയും എർത്തും തമ്മിൽ ചാർജ് ട്രാൻസ്ഫർ നടക്കും, അത് അവസാനിക്കുകയും ചെയ്യും. എപ്പോൾ? എർത്തിൻ്റെ പൊട്ടൻഷ്യലായ 0 അറ്റൈൻ ചെയ്യണം? ആ കണക്റ്റിംഗ് ബോഡി അറ്റൈൻ ചെയ്യണം. സോ വെൻ എവർ യു കണക്ട് എ ബോഡി ടു എർത്ത്, charge transfer takes place till the potential of the body becomes 0. Till the potential of the body becomes 0. Higher potential in lower potential ആണ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ട്രാൻസ്ഫർ സ്റ്റോപ്സ് till both body acquires the same potential. ഇവിടെ ഒരാൾ എർത്താണ്, എന്ത് സംഭവിച്ചാലും എർത്തിൻ്റെ പൊട്ടൻഷ്യൽ മാറില്ല. സോ whenever a body is connected to earth, the potential of the body will become 0. എർത്തിനെ തൊട്ട് നിൽക്കുന്നവൻ അവൻ്റെ പൊട്ടൻഷ്യൽ എന്നും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അതാണ് എർത്തിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. നമുക്കിവിടെ നോക്കാം. ഈ സൈഡാണ് ഞാൻ എർത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ പൊട്ടൻഷ്യൽ ഏതാണ്? പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. ഇവൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. എർത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? 0 പൊട്ടൻഷ്യലാണ്. സോ ഇത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ഇത് 0 പൊട്ടൻഷ്യൽ. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഏത് പൊട്ടൻഷ്യലാണ്? പോസിറ്റീവ്. കാര്യം ഇവിടെ ഏത് ചാർജ് ഉണ്ട്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോർഷൻ എർത്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ബോഡി എർത്തായിട്ട് കണക്ട് ചെയ്താലും അവൻ്റെ പൊട്ടൻഷ്യൽ എന്താവണം? 0. അപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഈ പോർഷൻ, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തായേ പറ്റൂ? 0 ആവണം. അപ്പോൾ പോസിറ്റീവ് പൊട്ടൻഷ്യൽ 0യിലേക്ക് വരണമെങ്കിൽ അവൻ അതേ എമൗണ്ട് ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടണ്ടേ? അപ്പോൾ ഈ പോർഷൻ എർത്തായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സഡൻലി സംഭവിക്കുന്നത് ഇതിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടുകയാണ്. നെഗറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടുന്നു മീൻസ് നെഗറ്റീവ് ചാർജ് കിട്ടുകയാണ്. അപ്പോൾ ഇലക്ട്രോൺസ് ഇതിലേക്ക് ഫ്ലോ ചെയ്യണം. എവിടെ നിന്ന്? എർത്തിൽ നിന്ന്. സോ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തു. ഇലക്ട്രോൺസ് ഫ്ലോസ് ഫ്രോം എർത്ത് ടു ദാറ്റ് പാർട്ട് ഓഫ് ദ സ്പിയർ. കാരണം ആ പോർഷന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരുന്നു. അത് എർത്തായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവസാനം അതിന് 0 പൊട്ടൻഷ്യൽ ആവണം. അപ്പോൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടണം. അപ്പോൾ നെഗറ്റീവ് ചാർജ് വരണം. അപ്പോൾ ഇലക്ട്രോൺസ് വരണം. എവിടെ നിന്ന് വരണം? ഇലക്ട്രോൺ ഷുഡ് ഫ്ലോ ഫ്രം എർത്ത് ടു സ്പിയർ. ഇലക്ട്രോൺ ഷുഡ് ഫ്ലോസ് ഫ്രോം എർത്ത് ടു സ്പിയർ. അപ്പോൾ എർത്തിൽ നിന്ന് സ്പിയറിലേക്കാണ് ഇവിടെ എന്ത് ഫ്ലോ ചെയ്യേണ്ടത്? ഇലക്ട്രോൺ ഫ്ലോ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്കിവിടെ നോക്കാം. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ഈ പോസിറ്റീവ് ചാർജിനെ കംപ്ലീറ്റ് നള്ളിഫൈ ചെയ്യാൻ ഇലക്ട്രോണിന് പറ്റി. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ സംഭവം, ഈ പോസിറ്റീവ് ബോഡിയെ ഞാൻ എടുത്തങ്ങ് മാറ്റി. അപ്പോൾ പിന്നെ ഇവിടെ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുമോ? ഇല്ല, അവർ സ്പ്രെഡഡ് ആവും. അവസാനം നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഏത് ചാർജായി ബോഡി? നെഗറ്റീവ് ചാർജ്. പണ്ട് ഏത് ചാർജ് ആയിരുന്നു? ന്യൂട്രൽ ആയിരുന്നു. ഒരു പോസിറ്റീവ് ചാർജ് ബോഡി അടുത്തേക്ക് കൊണ്ടുവച്ചു. അതിനകത്തുള്ള പോസിറ്റീവ് ചാർജ് റിപ്പൽ ചെയ്തു, നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്തു. പോസിറ്റീവ് ചാർജിൻ്റെ പോർഷൻ ഞാൻ എർത്ത് ചെയ്തു. പോസിറ്റീവ് ചാർജിന് ഏത് പൊട്ടൻഷ്യലാണ്? പോസിറ്റീവ് പൊട്ടൻഷ്യൽ. എർത്തായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ ഏത് പൊട്ടൻഷ്യൽ ആവണം? 0 പൊട്ടൻഷ്യൽ. അപ്പോൾ അതിന് ഏത് പൊട്ടൻഷ്യൽ കിട്ടണം? നെഗറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പോൾ എന്ത് വരണം? ഇലക്ട്രോൺസ് വരണം. സോ ഇലക്ട്രോൺസ് വന്നു, പോസിറ്റീവ് ചാർജ് നള്ളിഫൈ ചെയ്തു. ഇനി ഏത് ചാർജേ ഉള്ളൂ? നെഗറ്റീവ് ചാർജ്. അത് ഈ പോർഷനിൽ മാത്രം കോർണർ ചെയ്തിരിക്കുകയാണ്. യൂണിഫോംലി സ്പ്രെഡഡ് ആക്കണം. ആ ബോഡി അങ്ങ് മാറ്റിയാൽ മതി. അപ്പോൾ പിന്നെ ഇനി അട്രാക്ട് ചെയ്യില്ല. യൂണിഫോംലി വന്നു. സോ എനിക്ക് എന്ത് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി? നെഗറ്റീവ്ലി ചാർജ് ബോഡി. പണ്ട് ഏത് ബോഡി ആയിരുന്നു? പോസിറ്റീവ്ലി ചാർജ് ബോഡി ആയിരുന്നു. അതിനെ എന്താക്കി? നെഗറ്റീവ് ചാർജ് ആക്കി. എന്തുപയോഗിച്ച്? പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയിൽ ഇൻഡക്ഷൻ വഴി. സോ എ ന്യൂട്രൽ ബോഡി ക്യാൻ ബി കൺവേർട്ടഡ് ടു എ നെഗറ്റീവ് ചാർജ് ബോഡി ബൈ ബ്രിങ്ങിങ് എ പോസിറ്റീവ്ലി ചാർജ് ബോഡി നിയർ ടു ഇറ്റ്. ഒരു പോസിറ്റീവ്ലി ചാർജ് ബോഡി അടുത്ത് കൊണ്ടുവച്ചാൽ ന്യൂട്രൽ ബോഡി എന്തായി മാറും? നെഗറ്റീവ്ലി ചാർജ് ബോഡിയായി മാറും. ക്ലിയർ ആണല്ലോ? ഓക്കെ.
അപ്പോൾ അടുത്ത കാര്യം നമുക്ക് നോക്കാം. ഇതൊരു ന്യൂട്രൽ ബോഡിയാണ്, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിനകത്തുള്ള പോസിറ്റീവുകളെല്ലാം ഇങ്ങോട്ട് വരും, അട്രാക്ഷൻ. നെഗറ്റീവ് എല്ലാം അങ്ങോട്ട് വരും. പഴയതുപോലെ പോർഷൻ എർത്ത് ചെയ്തു. നിങ്ങൾക്ക് ഇനി പറയാം, പോർഷൻ എർത്ത് ചെയ്താൽ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇനി ഏത് പൊട്ടൻഷ്യലാണുള്ളത്? നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഇതെപ്പോഴും എവിടെയാണ്? സീറോ. കണക്ട് ചെയ്താൽ ഇതെന്താവണം? സീറോ ആവണം. നെഗറ്റീവ് പൊട്ടൻഷ്യൽ സീറോ ആവണം. അപ്പോൾ ഏത് പൊട്ടൻഷ്യൽ കിട്ടണം? പോസിറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടണം. ഏത് പൊട്ടൻഷ്യൽ കിട്ടണം? പോസിറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടണം. അപ്പോൾ ഏത് ചാർജ് വരണം? പോസിറ്റീവ് ചാർജ് വരണം. എവിടുന്ന് വരണം? എർത്തിൽ നിന്ന് പോസിറ്റീവ് ചാർജ് വരണം. പക്ഷെ പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യൂ? ഇല്ല. അപ്പോൾ എർത്തിൽ നിന്ന് പോസിറ്റീവ് ചാർജ് ഇവന് കിട്ടുന്നതിന് പകരം ഇവനിൽ നിന്ന് അത്രയും ഇലക്ട്രോൺസ് താഴോട്ട് ഇറങ്ങിയാൽ മതി. സോ ദിസ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ പാർട്ടിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരുന്നു. എർത്തായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ സീറോ പൊട്ടൻഷ്യൽ കിട്ടണം. അപ്പോൾ ഏത് പൊട്ടൻഷ്യൽ വരണം? പോസിറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടണം. പോസിറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് വരണം, അല്ലെങ്കിൽ അത്ര എമൗണ്ട് നെഗറ്റീവ് ചാർജ് പോകണം. പോസിറ്റീവ് ചാർജിന് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ എന്ത് മൂവ് ചെയ്യണം? ഇലക്ട്രോൺസ് മൂവ് ചെയ്യണം. നേരത്തെ വരച്ച ഡയഗ്രത്തിൽ ഇലക്ട്രോൺസ് ട്രാവൽസ് ഫ്രം എർത്ത് ടു സ്പിയർ ആയിരുന്നു. ഇപ്പോൾ ഇലക്ട്രോൺ ട്രാവൽസ് ഫ്രം സ്പിയർ ടു എർത്ത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇലക്ട്രോൺസ് പോയതോടെ ഇത് ന്യൂട്രലായി. ഈ നെഗറ്റീവ് ചാർജ് ബോഡി അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ ഒരിക്കലും ചേർന്നിരിക്കില്ല. ദേ വിൽ ഗെറ്റ് യൂണിഫോംലി സ്പ്രെഡഡ് ആൻഡ് we will obtain a positively charged sphere. So neutral body can be converted to a positively charged body by bringing a negatively charged body near to its surface, and by the principle of charging we can produce a positive charged body. അപ്പോൾ ന്യൂട്രൽ ബോഡിയെ നെഗറ്റീവ് ആക്കി. എങ്ങനെ? പോസിറ്റീവ് ചാർജ് ബോഡി അടുത്തുകൊണ്ട് വെച്ചിട്ട്. ന്യൂട്രൽ ബോഡിയെ പോസിറ്റീവ് ആക്കി. എങ്ങനെ? നെഗറ്റീവ് ചാർജ് ബോഡി അടുത്തുകൊണ്ട് വെച്ചിട്ട്. ക്ലിയർ ആണല്ലോ? സോ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇതിൻ്റെ തിയറിറ്റിക്കലായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, എങ്ങനെയാണ് ഇൻഡക്ഷൻ്റെ കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന്. മനസ്സിലായല്ലോ? അപ്പോൾ എർത്തിങ് ഒരിക്കലും മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എർത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്? സീറോ. എർത്തായിട്ട് ഏത് ബോഡി ടച്ച് ചെയ്താലും അവൻ്റെ പൊട്ടൻഷ്യൽ എന്താവണം? സീറോ ആവണം. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്ക് ഇൻഡക്ഷൻ്റെ കുറച്ച് അഡ്വാൻസ് കൺസെപ്റ്റ് പഠിക്കാം, നോക്കാം. രണ്ട് കാര്യം ഒന്ന് പറയാണ്. ഫസ്റ്റ്, ഇൻഡ്യൂസിങ് ചാർജ്. നമ്മൾ കൊണ്ടുവരുന്ന ആൾ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻഡ്യൂസിങ് ചാർജ്. അത് കാരണം ഉണ്ടായ ചാർജ്, അതാണ് എന്ത്? ഇൻഡ്യൂസ്ഡ് ചാർജ്. നമ്മൾ സ്പിയർ പറഞ്ഞു. സ്പിയറിലുണ്ടായ ചാർജ് ഉണ്ടല്ലോ, ന്യൂട്രൽ ആയിരുന്നല്ലോ സ്പിയർ, അതല്ലേ പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആയത്. ആ സ്പിയറിലുണ്ടായ ചാർജിൻ്റെ പേരാണ് ഇൻഡ്യൂസ്ഡ് ചാർജ്. അതിനെ അങ്ങനെ ആക്കാൻ കൊണ്ടുവന്ന ചാർജിൻ്റെ പേരാണ് ഇൻഡ്യൂസിങ് ചാർജ്. സോ ഇൻഡ്യൂസിങ് ചാർജ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ചാർജ്. 5 കൂളംബ് കൊണ്ടുവന്നാൽ, അതായത് +5 കൂളംബ് കൊണ്ടുവന്നാൽ -5 കൂളംബാണ് ഉണ്ടാവുന്നത്. അതായത് പോസിറ്റീവ് ചാർജ് കൊണ്ടുവന്നാൽ ഏത് ചാർജ് ഉണ്ടാവുന്നു? നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുന്നത്. നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നാൽ പോസിറ്റീവ് ചാർജാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇൻഡ്യൂസിങ് ചാർജും ഇൻഡ്യൂസ്ഡ് ചാർജും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഇൻഡ്യൂസിങ് ചാർജിനെ X എന്ന് വിളിച്ചു, ഇൻഡ്യൂസ്ഡ് ചാർജിനെ Y എന്ന് വിളിച്ചു. X is equal to Y. For metals or conductors, കണ്ടക്ടറോ മെറ്റലോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കൊണ്ടുവന്ന ആൾ തന്നെ ഇവിടെ ഉണ്ടാവും. X is equal to Y. ഇനി X greater than Y, X greater than Y in case of which body? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ബോഡിയെ പറ്റി. That is body is dielectrics. അപ്പോൾ ഡൈഇലക്ട്രിക്കിൽ ആണെങ്കിൽ കൊണ്ടുവന്ന ചാർജ് 5 കൂളംബ് ആണെങ്കിൽ അതിൽ 5 കൂളംബ് ഉണ്ടാവില്ല, അതിനേക്കാൾ കുറവേ ഉണ്ടാവുള്ളൂ. സോ X is equal to Y for metals, X greater than Y for dielectrics, which means we can combine the equation that inducing charge can be greater than or equal to induced charge. Inducing charge can be greater than or equal to induced charge. മനസ്സിലായല്ലോ? 5 കൂളംബ് കൊണ്ടുവന്നാൽ -5 കൂളംബ് ഉണ്ടാവും മെറ്റൽ ആണെങ്കിൽ.
5 കൂളംബ് കൊണ്ടുവന്നാൽ -5 കൂളംബ് ഉണ്ടാവില്ല. എന്താണെങ്കിൽ ഡൈ ഇലക്ട്രിക് ആണെങ്കിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ. നമ്മൾ ഒരു കോൺസെൻട്രിക് ഷെല്ല് വെച്ചിട്ട് ഇൻഡക്ഷനെ ഒരു പ്രോബ്ലത്തിൻ്റെ രീതിയിൽ ഒരു പ്രോബ്ലം വെച്ച് റെപ്രസെൻ്റ് ചെയ്യണം. കോൺസെൻട്രിക് ഷെല്ലാണ്. ഷെല്ല് എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ നോക്കുന്ന കാര്യം, നമ്മുടെ വീട്ടിലേക്ക് കലമുണ്ട്. ആ ഒരു കലമാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 2 ഷെല്ലുണ്ട്. ഒരു ഇന്നർ ഷെല്ലും ഒരു ഔട്ടർ ഷെല്ലും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ 2 കലം, ഒരു കോൺസെൻട്രിക് ഒരു ചെറിയൊരു കലം, അതിന് മുകളിൽ വേറൊരു കലം ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്നു. മെറ്റലാണ്. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഈ ഒരു ഔട്ടർ ഷെല്ലിന് ഒരു 4Q ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇന്നർ ഷെല്ലിന് ഒരു 3Q ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇന്നർ ഷെല്ലിൻ്റെ സെൻറ്ററിൽ Q എന്ന ഒരു ചെറിയ ചാർജും വച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ പറയുന്നത്. ഇതാ ഈ Q ഇവിടെ വെച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഇൻസൈഡ് സർഫസിൽ ഉള്ളിൽ ചാർജ് Qവും ഇതിൻ്റെ പുറത്ത് ചാർജ് എന്താണുള്ളത്? 3Qമാണുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കാം, ഒരു Q ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇൻഡക്ഷൻ എന്ന ഫിനോമിന അനുസരിച്ചിട്ട് എന്താ സംഭവിക്കേണ്ടത്? ഇൻഡക്ഷൻ എന്ന ഫിനോമിന അനുസരിച്ച് ഇത് ഏത് ചാർജാണ്? പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്പിയർ നമ്മൾ എടുത്തിരുന്നു. നോക്കിയാൽ ഇവിടെ ഞാനൊരു സ്പിയർ എടുത്തു. ഈ സ്പിയറിൽ നെഗറ്റീവ് ചാർജ് കൊണ്ടുവന്നാൽ അതേ നെഗറ്റീവ് ചാർജ് ഫാർദർ സൈഡിൽ ഉണ്ടാവില്ലേ? അതേ പോസിറ്റീവ് ചാർജ് അല്ലേ ഇതിൻ്റെ നിയറർ സൈഡിൽ ഉണ്ടാവുന്നു. സോ ഒരു നെഗറ്റീവ് ചാർജാണ് പുറത്തുനിന്ന് വരുന്നത്. അത് കാരണം അതേ എമൗണ്ടുള്ള നെഗറ്റീവ് ചാർജ് ഫാർദർ സൈഡിലും അതേ എമൗണ്ടുള്ള പോസിറ്റീവ് ചാർജ് നിയറർ സൈഡിലും ഉണ്ടായില്ലേ? അപ്പോൾ ഇതാണ് Q എങ്കിൽ ഇതിൻ്റെ നിയറർ സൈഡ് ഇതല്ലേ? അപ്പോൾ ഇവിടെ മുഴുവനും എന്തുണ്ടാവണം? -Q. നെഗറ്റീവ് ബോഡി ആയിരുന്നു, അത് കൊണ്ടുവന്നു. അപ്പോൾ അതേ നെഗറ്റീവ് ചാർജ് എന്ത് സംഭവിച്ചു? അതിൻ്റെ ഫാർദർ സൈഡിലുണ്ടായി. അതേ എമൗണ്ടുള്ള പോസിറ്റീവ് ചാർജ് അതിൻ്റെ നിയറർ സൈഡിലുണ്ടായി. സോ Q ആണ് കൊണ്ടുവന്ന ആൾ. അതിന് നിയറർ സൈഡിൽ അപ്പോൾ ഏത് ചാർജ് വരണം? ഓപ്പോസിറ്റ് സൈഡ്. സോ ഇതെന്താവണം? -Q. അപ്പോൾ ഇതിൻ്റെ ഫാദർ സൈഡ് ഇതല്ലേ? ഇവിടെ എന്ത് വരണം? എന്ത് വന്നു? +Q. അപ്പോൾ ഇന്നർ ഷെല്ലിൻ്റെ ഔട്ടറിൽ മൊത്തം എത്ര ചാർജ് ആയി? Q + Q 3Q. ഇന്നർ ഷെല്ലിൻ്റെ ഉള്ളിൽ ന്യൂട്രൽ ആയില്ലേ? Qവും -Qവും Qവും -Q. അപ്പോൾ ഇന്നർ ഷെല്ലിൽ ചാർജ് ഇപ്പോൾ എന്തായി? കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി. പക്ഷെ ആ ചാർജ് എവിടെ കാണപ്പെട്ടു? പുറത്ത് കണ്ടു. അതല്ലേ ഈ Q. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കാം, ഉള്ളിലെ ചാർജ് Q, നിയറർ സൈഡിൽ എന്തുണ്ടാവണം? -Q കാണിച്ചു. ഫാദർ സൈഡിൽ എന്തുണ്ടാവണം? +Q. ആ Qവും ഈ Q 3Qവും കൂടെ കയറി എത്ര വന്നു? 4Q. ഔട്ടറിൽ എത്ര വന്നു? 4Q. പക്ഷെ ഇന്നറിൽ Qവും -Q എന്തായി? ക്യാൻസൽ. ഇനി ശ്രദ്ധിക്കുക, മൊത്തം എത്ര ചാർജ് ഉണ്ട്? 3Q + Q 4Q. അപ്പോൾ ഇവിടെ മുഴുവനും എന്ത് വരണം? നിയറർ സൈഡല്ലേ, നെഗറ്റീവ് ചാർജ് അല്ലേ വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് വരണം? -4Q. ഇവിടെ എന്ത് വരണം? -4Q. ഇവിടെ എന്ത് വരണം? +4Q. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കാം, ഇന്നർ ഷെല്ലിൻ്റെ ഔട്ടർ സർഫസിൽ മാത്രത്തെ ചാർജ് നോക്കുക. അതെത്രയാണ്? 4Q. ആ 4Q കാരണം ഇൻഡക്ഷൻ വഴി നിയറർ സർഫസിൽ -4Q, ഔട്ടർ സർഫസിൽ +4Q. സോ ദ ടോട്ടൽ ചാർജ് ബിക്കംസ് 8Q. ദ ടോട്ടൽ ചാർജ് ഓൺ ദ ഔട്ടർ ഷെൽ ബിക്കംസ് 8Q. വളരെ ഇമ്പോർട്ടൻറ്റ് തിയറം, ഷെൽ തിയറം. അപ്പോൾ നോക്കാം, നമുക്ക് നമ്മുടെ കയ്യിൽ 2 ഷെല്ലുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ആദ്യം ഇന്നർ ഷെല്ലിനെ മാത്രം മനസ്സിൽ വിചാരിക്കുക. ഇന്നർ ഷെല്ലിൽ എത്ര ചാർജ് ആയിരുന്നു? 3Q. ഇന്നർ ഷെല്ലിൽ 3Q മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നർ ഷെല്ലിൻ്റെ ഉള്ളിൽ ഏത് ചാർജ് ആയിരുന്നു? Q ആയിരുന്നു. അപ്പോൾ അതേ ചാർജ് നിയറർ സർഫസിൽ എത്ര? -Q. ഔട്ടർ സർഫസിൽ എത്ര? +Q. അപ്പോൾ ഔട്ടർ സർഫസിൽ മൊത്തം എത്ര? 3Q + Q എത്ര? 4Q. അതായത് ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ, മനസ്സിലാക്കുക, ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ നിങ്ങളൊരു ഐസൊലേറ്റഡ് ചാർജ് വച്ചാൽ ആ ചാർജ് ഒരിക്കലും ഷെല്ലിൻ്റെ ഉള്ളിൽ നിൽക്കില്ല. അതെവിടെ കാണും? പുറത്ത് വരും. അതാണ് ഇവിടെ കണ്ടത്.
ഇന്നർ ഷെല്ലിന് ഓൾറെഡി 3Q ഉണ്ടായിരുന്നു. ഇന്നർ ഷെല്ലിൻ്റെ ഉള്ളിൽ ഒരു Q ആയിരുന്നു ഉള്ളത്. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ Q സഡൻലി ഇന്നർ ഷെല്ലിൻ്റെ പുറത്ത് വന്നു. അതെന്താണ് എന്ത് വന്നു? 4Q. ഇനി നിങ്ങൾ നോക്കാം, ഔട്ടർ ഷെല്ലിൽ എത്രയായിരുന്നു ഉള്ളത്? 4Q. ആ ഔട്ടർ ഷെല്ലിൻ്റെ ഉള്ളിൽ എത്ര ചാർജ് ഉണ്ട്? 3Q. അതിനുള്ളിൽ എത്ര ചാർജ് ഉണ്ട്? Q. അപ്പോൾ ഔട്ടർ ഷെല്ലിന് മൊത്തം ഉള്ളിൽ 4Q ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ 4Q അല്ലേ പുറത്ത് വന്നത്? 4Q plus 4Q, this becomes 8Q. So whenever you keep a charge inside a shell, it will not be present inside the shell. It will be transferred to the outer portion through induction. ഷെല്ലിനുള്ളിൽ ചാർജ് വെച്ചാൽ ഷെല്ല് നിൽക്കില്ല. എവിടെ കാണും? സർഫസിൽ കാണും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ്. ഷെല്ലിനുള്ളിൽ ഒരു ചാർജ് വെച്ചാൽ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡക്ഷൻ ദാറ്റ് ചാർജ് വിൽ ബി ഓൺലി ഒബ്സർവ്ഡ് ഓൺ ദ ഔട്ടർ സർഫസ്. അതുകൊണ്ടാണ് ഇവിടെ മൊത്തം ചാർജ് അവസാനം എത്രയായത്? 8Q. ആൻഡ് ദിസ് ഈസ് കൺസർവേഷൻ. നമുക്ക് നോക്കാം, പണ്ട് എത്രയായിരുന്നു? 4Q. ഇപ്പം എത്രയാ? 3Q. അകത്ത് എത്ര? Q. സോ 4Q, 3Q, Q. മൊത്തം എത്രയായിരുന്നു? 8Q. After applying the induction, we also get the total charge as 8Q, that is completely on the outer surface. ബാക്കി ഉള്ളിലെല്ലാം ക്യാൻസൽ ആയിപ്പോയി. So this is conservation of charge. Induction proves conservation of charge. Okay. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ കൂളംബ്സ് ലോയിലേക്കാണ് പോകുന്നത്. ഓക്കെ. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് കൂളംബ്സ് ലോ. എന്താണ് കൂളംബ്സ് ലോ? കൂളംബ്സ് ലോയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. നമുക്കിവിടെ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. The electrostatic force of interaction. Electrostatic force of interaction means either repulsion or attraction between two static point electric charges. അപ്പോൾ കൂളംബ്സ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ചാർജുകൾ സ്റ്റാറ്റിക് ആയിരിക്കണം, പോയിന്റ് ചാർജ് ആയിരിക്കണം. എന്താണ് പോയിന്റ് ചാർജ്? പോയിന്റ് ചാർജ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, രണ്ട് ചാർജ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ ചാർജിൻ്റെ സൈസ് ഈസ് വെരി വെരി സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് സെപ്പറേറ്റിംഗ് ദം. രണ്ട് ചാർജുകൾ, ആ ഓരോ ചാർജിൻ്റെയും സൈസ് ഇറ്റ് ഷുഡ് ബി വെരി 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 സ്മോൾ ആസ് കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? പോയിന്റ് ചാർജസ്. ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതിനേക്കാളും നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നമുക്കിവിടെ നോക്കാം എന്താണ് കൂളംബ്സ് ലോ എന്ന് നമുക്ക് നോക്കാം. രണ്ട് ചാർജ് എടുക്കുക, Q1, Q2. അവർ തമ്മിലുള്ള സെപ്പറേഷൻ R എന്ന് വിളിക്കുക. അവർ തമ്മിലുള്ള ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ് Q1 and Q2, or it is proportional to the product of the magnitude of the charges Q1 and Q2. അതാണ് ഇവിടെ പറയുന്ന product of charges. And it is inversely proportional to the magnitude of the square of the distance separating them. It is inversely proportional to the magnitude of the square of the distance separating them. So, F proportional to Q1 Q2 by R square. F proportional to Q1 Q2 by R square. Clear ആണല്ലോ? ഇനി പറയുന്ന കാര്യം 3 പോയിന്റ് ശ്രദ്ധിക്കുക. This force is a central force. This force is a central force, which means Q1 and Q2 will either get attract or repel, but they will always get attracted or repelled along this line. Along this line. അതാണ് acts along straight line joining the two charges. അതിനാണ് central force എന്ന് വിളിക്കുന്നത്. If the force of interaction between two charges are along the line separating them, such kind of force is known as central force. So first point, Coulomb's force is what? It is central force. Coulomb force is what? Central force. അതൊന്ന് പറഞ്ഞു. രണ്ട്, it follows inverse square law because it is proportional to what? 1 by R square. So it follows inverse square law. അപ്പോൾ Coulomb's law, it is only applied for static point charges. രണ്ട്, the force proportional to Q1, Q2, inversely proportional to R square, and also this force is central force. This force is central force and it obeys inverse square law. Inverse square law. Clear അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി എഴുതാം. F proportional to Q1 Q2 by R square. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി മൾട്ടിപ്ലൈ ചെയ്യണം. F is equal to K into Q1
Q2 by R square. F is equal to K into Q1 Q2 by R square. അപ്പോൾ നമുക്ക് നോക്കാം. ഈ K ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതിനൊരു വാല്യൂ ഉണ്ട്. 9 into 10 raised to 9. Unit is Newton meter square Coulomb raised to -2. K ഇവിടെ ഉണ്ട്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. സോ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ സ്ക്വയർ by Coulomb square, c raised to -2. So what is the unit of K? 9 into 10 raised to 9 Newton meter square, c raised to -2. And K is represented as, ശ്രദ്ധിച്ചോളൂ, ഇങ്ങനൊരു സംഭവമുണ്ട്. K is equal to 1/4 pi epsilon 0. ഇതിൻ്റെ സിമ്പലിൻ്റെ പേര് എപ്സിലോൺ 0. ഈ ടേമിൻ്റെ പേര് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. രണ്ട് കാര്യങ്ങൾ നോക്കുക. K is represented as 1 divided by 4 pi epsilon 0. K is represented as 1/4 pi epsilon 0. Epsilon 0 ഒരു സിമ്പലാണ്. ആ സിമ്പലിൻ്റെ പേരാണ് എന്ത്? എപ്സിലോൺ 0. ആ ടേമിൻ്റെ പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്താണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്? Free space means there is no medium in between the charges Q1 and Q2. മീഡിയം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എപ്സിലോണിൽ 0 എന്ന് പറഞ്ഞത്. ഇനി മീഡിയം ഉണ്ടെങ്കിൽ എപ്സിലോൺ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ വാട്ട് ഈസ് എപ്സിലോൺ 0? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്താണ് ആ എപ്സിലോൺ 0യുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ that is a property of a medium, and that medium allows the interaction of charges. ഈ ചാർജുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നതിന് മീഡിയത്തിനൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ മീഡിയത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് എപ്സിലോൺ 0. അത് എയർ ആണെങ്കിൽ, അത് വാക്വം ആണെങ്കിൽ, വി വിൽ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് ഫ്രീ സ്പേസ് എയർ വാക്വം ആസ് എപ്സിലോൺ 0. അത് വേറെ ഏതെങ്കിലും മീഡിയം ആണെങ്കിൽ ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ആസ് എപ്സിലോൺ. സോ എപ്സിലോൺ ഈസ് പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം. Epsilon 0 is permittivity of free space or vacuum or air. Clear ആണല്ലോ? So what is the importance of permittivity? What is the importance of permittivity? Permittivity importance means it allows the interaction of charge. It is a property of the medium which allows interaction of charge. ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം, ഈ എപ്സിലോൺ 0ക്ക് നമുക്കൊരു വാല്യൂ ഉണ്ട്. Using proper substitutions it becomes 8.85 into 10 raised to -12. 8.85 into 10 raised to -12. ഇതിൻ്റെ യൂണിറ്റ് വളരെ സിമ്പിളാണ്. 4 പൈക്ക് യൂണിറ്റ് ഇല്ല. അപ്പോൾ കെയുടെ ഇൻവേഴ്സ് യൂണിറ്റ് ആണ് എന്തിൻ്റെ? എപ്സിലോൺ. അപ്പോൾ കെയുടെ യൂണിറ്റ് നേരെ തിരിച്ചിടുക. കെയുടെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അതിനെ തിരിച്ചിടുമ്പോൾ ന്യൂട്ടൺ റൈസ് ടു -1 മീറ്റർ റൈസ് ടു -2 കൂളംബ് സ്ക്വയർ. So this is the unit of epsilon 0, that is permittivity of free space which allow the interaction of charges in a medium. മറക്കരുത്. So 1/4 pi epsilon 0 Q1 Q2 by R square. Clear ആണല്ലോ? അടുത്തത് നമുക്ക് നോക്കാം. ഇനി ഫോഴ്സ് ഇൻ മീഡിയം, അതായത് രണ്ട് ചാർജ് മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ വരും. എപ്സിലോൺ 0 എഴുതരുത്, എപ്സിലോൺ എഴുതാവുള്ളൂ. ഒരു മീഡിയമാണ്. എപ്സിലോൺ റെപ്രസെൻറ്റ്സ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഇനി വാട്ട് ഈസ് ഫോഴ്സ് ഇൻ വാക്യൂം? 1/4 pi എപ്സിലോൺ 0 Q1 Q2 by R square. Same distance, same charge. പക്ഷേ മീഡിയം ഇല്ല. So this is equation 1, equation 2. So I am dividing equation 1 by equation 2, which means F medium divided by F vacuum. ഇതെല്ലാം വെട്ടിപ്പോയി. So this becomes epsilon 0 by epsilon. F medium by F vacuum is equal to എന്താണ്? Epsilon 0 by epsilon, or F vacuum by F medium is epsilon by epsilon 0.
F vacuum by F medium is permittivity of free space, permittivity of medium divided by permittivity of free space, and that is written as relative permittivity. That is written as relative permittivity. Okay, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ചാർജുകൾ മീഡിയത്തിൽ വെച്ചു, ചാർജുകൾ വാക്യൂത്തിൽ വെച്ചു, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തു, റിലേഷൻ കിട്ടി. ഫോഴ്സ് ഇൻ വാക്യൂം ബൈ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0. ദാറ്റ് ഈസ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്? അപ്പോൾ മറന്നു പോയൊരു ഇക്വേഷൻ, എഫ് വാക്യൂം ബൈ എഫ് മീഡിയം ഈസ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. മറക്കരുത് ടേം ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് എഴുതാം. എപ്സിലോൺ ബൈ എപ്സിലോൺ 0, എപ്സിലോൺ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഇമ്പോർട്ടൻസ് പറയാം. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് the value of dielectric constant is infinity for metals. It is 0 for insulators and it is 81.5 for water, and that is why water is used as a universal solvent. So K the value infinity for metals, K is equal to 0 for insulator and K is equal to 81.5 for water. Clear ആണല്ലോ, മനസ്സിലായല്ലോ? That is known as dielectric constant or it is relative permittivity. മറക്കരുത്. ഇനി പറയാൻ പോകുന്നത് ഒരു എക്സ്ട്രാ ഒരു കാര്യമാണ്. നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇവിടെ ശ്രദ്ധിച്ചോളൂ. എൻ്റെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ട്, Q1 ഉം Q2. ഈ Q1 ഉം Q2 നും ഇടയ്ക്ക് ഞാനൊരു ഡൈ ഇലക്ട്രിക് സ്ലാബ് വെച്ചു. ഒരു മീഡിയം, ആ മീഡിയത്തിനെ ഒരു സ്ലാബാക്കി മാറ്റി. ഒരു ഡൈ ഇലക്ട്രിക് സ്ലാബ് വെച്ചു. ആ സ്ലാബിൻ്റെ തിക്നെസ് T ആണ്. ആ സ്ലാബിൻ്റെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണ്. സോ ഇതാണ് സംഭവം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഇതിൻ്റെ ഫോഴ്സ് എടുക്കാം. എന്താണ് ഈ ഫോഴ്സിൻ്റെ ഇക്വേഷൻ? F is equal to 1/4 pi epsilon 0 അല്ല, എപ്സിലോൺ ഇൻറ്റു Q1 Q2 ബൈ ഡിസ്റ്റൻസ് T ആണ്, T സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ദിസ് ഫോഴ്സ് ഈസ് F1. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ I am going to remove this slab and separate Q1 and Q2 such that I will obtain the same force again. അതായത് സ്ലാബ് ഉള്ളപ്പോൾ F1 ആയിരുന്നു, സ്ലാബ് മാറ്റി സെപ്പറേറ്റ് ചെയ്തു, അപ്പോഴും എനിക്ക് F2 എന്ന ഫോഴ്സ് കിട്ടി. ആ F1 ഉം F2 ഉം ഈക്വൽ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അപ്പോൾ സ്ലാബ് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഫോഴ്സ് F1, സ്ലാബ് മാറ്റി സെപ്പറേറ്റ് ചെയ്തപ്പോൾ ഉള്ള ഫോഴ്സ് F2, ആൻഡ് ഐ ഒബ്സർവ്ഡ് ദാറ്റ് F1 ഈസ് ഈക്വൽ ടു F2. സോ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ Q1 Q2 സ്ലാബ് മാറ്റി ന്യൂ ഡിസ്റ്റൻസിന് ഞാൻ എന്ത് വിളിച്ചു? R എന്ന് വിളിച്ചു. സോ ഐ റിമൂവ് ദ സ്ലാബ് and I extend or I separated the two charges and now the distance is R and I observed F2 as exactly equal to F1. F2 is exactly equal to F1. അപ്പോൾ F2 ന്റെ ജനറൽ ഫോർമുല എന്താണ്? 1/4 pi epsilon 0 Q1 Q2 by R square. എന്തുകൊണ്ട് എപ്സിലോൺ 0 കൊടുത്തു? സ്ലാബ് മാറ്റി, അപ്പോൾ ഫ്രീ സ്പേസ് ആയി. ഇനി ഞാൻ പറഞ്ഞത്, എൻ്റെ ഒബ്സർവേഷൻ ഇതാണ്, F1 ഈക്വൽ ടു എന്താണ്? F2. സോ ഈ രണ്ട് ഇക്വേഷൻ ഈക്വൽ ആണെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കാം എന്തൊക്കെ ഇവിടെ കട്ടാവും. 4 pi കട്ടായി പോയി, Q1 Q2 കട്ടായി പോയി. സോ ദി ഇക്വേഷൻ ബിക്കംസ് 1/epsilon T square ഈക്വൽ ടു 1/epsilon 0 R square. So 1/epsilon T square equal to 1/epsilon R square. Clear ആണല്ലോ? ഇത്രയും മനസ്സിലായല്ലോ. സ്ലാബ് ഉണ്ടായിരുന്നു, സ്ലാബ് മാറ്റി, ഡിസ്റ്റൻസ് മാറ്റി. സോ ഈ ഇക്വേഷൻ നോക്കുക. 1/epsilon T square is equal to 1/epsilon 0 R square. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്.
നേരെ റെസിപ്രോക്കൽ എടുക്കുക. എപ്സിലോൺ ടി സ്ക്വയർ ഈക്വൽ ടു എപ്സിലോൺ 0 ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ടി സ്ക്വയർ. വാട്ട് ഈസ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0? വാട്ട് ഈസ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0? ദാറ്റ് ഈസ് നത്തിങ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. So dielectric constant is equal to R square by T square. So R is equal to what? Root K into T. R is equal to what? Root K into T. K into T square is equal to R square. Root എടുത്തു. So what is R? R is equal to root K into T. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ചാർജ് ഉണ്ടായിരുന്നു, അതിനിടയിൽ ഒരു സ്ലാബ് ഉണ്ടായിരുന്നു, ആ സ്ലാബിൻ്റെ തിക്നെസ് T ആയിരുന്നു. അപ്പോൾ കിട്ടിയ ഫോഴ്സ് F1 ആയിരുന്നു. സ്ലാബ് മാറ്റി സെപ്പറേറ്റ് ചെയ്തു, പുതിയ ഡിസ്റ്റൻസ് R ആണ്. അപ്പോൾ F1 ഈക്വൽ ടു F2 എന്ന കണ്ടീഷൻ കിട്ടണമെങ്കിൽ വാട്ട് ഷുഡ് ബി ദ റിലേഷൻ? ദ ന്യൂ ഡിസ്റ്റൻസ് R ഷുഡ് ബി ഈക്വൽ ടു റൂട്ട് K ഇൻറ്റു T. ദ ന്യൂ ഡിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു വാട്ട്? റൂട്ട് K ഇൻറ്റു T. അപ്പോൾ സ്ലാബിൻ്റെ തിക്നെസ് T ആണ് എങ്കിൽ അതേ ഫോഴ്സ് കിട്ടാൻ എത്ര ഡിസ്റ്റൻസ് മാറ്റി വെക്കണം? റൂട്ട് K ഇൻറ്റു T. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇൻഫോർമേഷൻ. R ഇസ് ഈക്വൽ ടു റൂട്ട് K ഇൻറ്റു T. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെക്റ്റർ ഫോം ഓഫ് കുളംബ്സ് ലോ ആണ്. വെക്റ്റർ ഫോം ഓഫ് കുളംബ്സ് ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വെക്റ്റർ ഫോം എന്താണെന്ന് പഠിക്കാം. സിമ്പിളാണ്. Q1 Q2 നോക്കിക്കോളുക. Q1ൽ നിന്ന് Q2ലേക്കുള്ള ഡിസ്റ്റൻസിനെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ R എന്ന് വിളിച്ചു. അറ്റ് ദ സെയിം ടൈം Q1ൽ നിന്ന് Q2ലേക്ക് ഞാനൊരു വെക്റ്റർ കൂടെ വരയ്ക്കുകയാണ്. ഞാനൊരു വെക്റ്റർ കൂടെ വരച്ചു. ആ വെക്റ്റർ ഇങ്ങനെ എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ട്. The direction of the vector is R12. 1ൽ നിന്ന് 2ലേക്കാണ് വരച്ചത്. So that direction of the unit vector is R12. അതുപോലെ ഇങ്ങോട്ടും വരച്ചു R21 ക്യാപ്. 2ൽ നിന്ന് 1ലേക്കും അതേ ലൈൻ വരച്ചു, പക്ഷെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്ഷൻ എടുത്തു. ഇത് വെച്ചിട്ടാണ് വെക്റ്റർ ഫോം പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പറയുന്നത്. ആദ്യം Q1 എന്ന ഫോഴ്സ്, Q1 എന്ന ചാർജിന് പോസിറ്റീവും Q2 എന്നുള്ള ചാർജും പോസിറ്റീവാണെന്ന് വിചാരിച്ചാൽ Q1 റിപ്പൽ ചെയ്യില്ലേ? Q1 എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. So the Q1 will repel in this direction and that force is represented as F12. Force is represented as F12 എന്ന് വെച്ചാൽ that is a force on charge Q1 due to charge Q2. Force on charge Q1 due to charge Q2. So ആ ഫോഴ്സിനെ എന്ത് വിളിച്ചു? F12 എന്ന് വിളിച്ചു. That is a force on charge 1 due to charge 2. And that is 1 by 4 pi epsilon 0 Q1 Q2 by R square. But it is in the direction of which vector? R21. It is in the direction of which vector? R21. അപ്പോൾ കിട്ടി F12 is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square into R21. ക്ലിയർ ആണല്ലോ? ഇനി നോക്കാം നമുക്ക് F21. അതല്ലേ F21? ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ഫോഴ്സ് ഓൺ 2 ഡ്യൂ ടു 1. ആ Q2 Q1 കാരണം റിപ്പൽ ചെയ്ത് പോവാണ്. ആ ഫോഴ്സിന് എന്ത് വിളിച്ചു? F21. സോ F21 is equal to എന്താണ് ഇക്വേഷൻ? 1 by 4 pi epsilon 0 Q1 Q2 by മോഡുലസ് ഓഫ് R സ്ക്വയർ. ഏത് ഡയറക്ഷനിലാണ് അത് റിപ്പൽ ചെയ്യുന്നത്? ഇൻ ദ ഡയറക്ഷൻ ഓഫ് R12. ഇൻ ദ ഡയറക്ഷൻ ഓഫ് R12. അപ്പോൾ നമുക്ക് ജനറലി ഇത് കിട്ടി. സോ F12 F21 കിട്ടി. വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കുക. R21 can be written as minus of R12. R21 can be written as minus of R12. R21 can be written as minus of R12 because both are acting in the opposite direction. So R12 can be written as minus of R21, which means F12 is equal to minus F21. F12 is equal to minus F21 എന്ന് വെച്ചാൽ ഈ രണ്ട് ഫോഴ്സുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ
ഇതിൻ്റെ ഇക്വേഷൻ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് 1/4πε0 Q1 Q2 by R square. പക്ഷേ ഡയറക്ഷൻ ആണ് ഡിഫറെൻറ്റ് ആൻഡ് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ഇൻ നേച്ചർ. ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് ഇൻ നേച്ചർ വിച്ച് മീൻസ് ദ ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ദ ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് which means electrostatic force or Coulomb's law obeys third law action reaction pair. Okay, so electrostatic force Coulomb's law, it obeys action reaction pair. R12 and R21 are exactly in the opposite direction. So this is actually vector form and it proves that Coulomb's law is action reaction pair and it obeys third law. ഇനി ഫൈനലി നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ എഴുതാണ്, വെക്റ്റർ ഫോമിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ. നമ്മൾ എഴുതി F12 അല്ലെങ്കിൽ കട്ട് ചെയ്യണേ, ഇവിടെ നിന്നിട്ട് പറയണേ. നമുക്കിങ്ങനെ എഴുതാം F is equal to F vector is equal to 1/4πε0 Q1 Q2 by R square into R cap. R12 R21 ജനറലായിട്ട് R cap എന്ന് എഴുതി. This can be replaced as 1/4πε0 Q1 Q2 by R square into R cap can be written as vector R by its modulus. Or unit vector A cap can be written as A vector divided by its modulus. So finally, the final form of vector form of equation Q1 Q2 by R cube into R vector. So this is the final vector form of Coulomb's law, 1/4πε0 Q1 Q2 by R cube into R vector. അപ്പോൾ കൂളംസ് ലോയുടെ വെക്റ്റർ ഫോമും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. എല്ലാം ഒന്നുകൂടെ നിങ്ങൾ റിവൈൻഡ് ചെയ്ത് ഓരോന്ന് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു ചെറിയൊരു അസൈൻമെൻ്റ് ഉണ്ട്, ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ അസൈൻമെൻ്റ് ആണ് നിങ്ങൾ പഠിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ ചാർജ് ആൻഡ് മാസ്. സ്ക്രീൻഷോട്ട് എടുക്കുക, നോട്ട്സ് ഉണ്ടാക്കുക, പഠിച്ചു വയ്ക്കുക. NCERT-യിലുണ്ട് ചാർജ് ഡിഫേഴ്സ് ഫ്രം മാസ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ പഠിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മളിന്ന് ക്ലാസ് നമ്മൾ ഇത്ര എടുത്തു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് 2 ന്യൂമറിക്കൽ കൂടെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ചാർജിൻ്റെയും മാസിൻ്റെയും ഡിഫറൻസ് നോക്കുക. ഇതെല്ലാം ഇന്ന് പഠിപ്പിച്ച സാധനങ്ങൾ മുഴുവൻ നോക്കുക. ഇനി 2 പ്രോബ്ലംസ് ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് ചാർജസ് ഈസ് ഡബിൾഡ്. ഡിസ്റ്റൻസ് ഡബിൾ ചെയ്തു. ആൻഡ് ദർ ഇൻഡിവിജ്വൽ ചാർജസ് ആർ ഓൾസോ ഡബിൾഡ്. വാട്ട് വുഡ് ഹാപ്പൻ ടു ദ ഫോഴ്സ് ബിറ്റ്വീൻ ദം എന്നാണ്. അപ്പോൾ ഫോഴ്സ് ഇനി എന്ത് പറ്റി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറയാം, ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു വാട്ട്? Q1 Q2 by R square. Q1 Q2 by R square. എന്താ സംഭവിക്കുന്നത്? എന്ത് ഡബിൾ ചെയ്തു? ഡിസ്റ്റൻസും ഡബിൾ ചെയ്തു, അതുപോലെ തന്നെ എന്തും ഡബിൾ ചെയ്തു? ചാർജും ഡബിൾ ചെയ്തു. സോ ലെറ്റ് ദ ഫോഴ്സ് ഈസ് F1. F1 proportional to Q1 Q2 by R square. So F2 proportional to ചാർജുകൾ ഡബിൾ ചെയ്തു. So Q1 becomes 2Q1, Q2 becomes 2Q2. Distance also gets doubled. So R becomes 2R. 2R the whole square is 4R square. So F2 proportional to 4Q1 Q2 by 4R square. 4Q1 Q2 by 4R square. Cancel I. So this becomes Q1 Q2 by R square, which means there is no change in the force. There is no change in the force. കാര്യം ഡബിൾ ചെയ്തപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അതേ എഫക്റ്റ് വന്നു. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് M carrying a charge Q1 revolving around charge -Q2 in a circular path. Find the time period of revolution. അപ്പോൾ 2 ചാർജ് ഉണ്ട്. ഒരു ചാർജ് സെൻറ്ററിലാണ്, ആ ചാർജ് -Q2 ആണ്. മറ്റേ ചാർജ് +Q1 ആണ്. +Q1 -Q2 അറൗണ്ട് ആയിട്ട് ഇങ്ങനെ കറങ്ങുന്നു. അതിൻ്റെ ടൈം പീരീഡ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ചാർജ് ഉണ്ട്. സെൻട്രൽ ചാർജിനെ -Q2 എന്നും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചാർജിനെ +Q1 എന്നും വിളിച്ചു. +Q1 -Q2 ചുറ്റും കറങ്ങണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫോഴ്സ് വേണം, സെൻട്രിപെറ്റൽ ഫോഴ്സ്.
And that centripetal force in the formula mr omega square. എന്താണ് mr omega square. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് മനസ്സിലായി. സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. ആ ഫോഴ്സ് എന്താണ് mr omega square. ഇനി നിങ്ങൾ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിൻ്റെ റിലേഷൻ ആണ്. ഒമേഗ ഈക്വൽ ടു എന്താണ് 2π ടൈം പീരീഡ് ആണ്. ഒമേഗ ഈക്വൽ ടു 2π ടൈം പീരീഡ്. അപ്പോൾ ഒമേഗ സ്ക്വയർ എന്താണ് 4π² ആണ്. ഒമേഗ സ്ക്വയർ എന്താണ് 4π² t². So this is written as mr into 4π² t². And this centripetal force should be provided by the attractive force between Q1 and Q2. Q1 Q2 ചുറ്റും കറങ്ങണമെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് വേണം. അത് തരണമെങ്കിൽ ഏതെങ്കിലും ഫോഴ്സ് വരണം. ആ ഫോഴ്സ് ആണ് എന്ത് കൂളോംബിക് ഫോഴ്സ്. ദാറ്റ് ഈസ് 1/4πε0 Q1 Q2 by r². So mr omega square is the centripetal force. mr omega is 2π time period square ചെയ്തു. And that should be offered by the coulombic force 1/4πε0 Q1 Q2 by r². കൺസെപ്റ്റ് മനസ്സിലായല്ലോ. കറണമെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ്, അത് തരാൻ കൂളോംബിക് ഫോഴ്സ്. ഞാൻ ഇക്വേഷൻ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങളുടെ അസൈൻമെൻറ്റ് ഇതാണ്. യു ഹാവ് ടു സോൾവ് വാട്ട് ഈസ് ടൈം പീരീഡ്. സോ ഫൈൻഡ് ടൈം പീരീഡ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. So that's the end of the first session of AIM for AIMS. So subscribe our channel to get the notifications as soon as possible. Thank you.